ഗുഡ് ഈവനിങ്. നമ്മൾ ICTയുടെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് സിലബസ് ഒന്ന് തുടങ്ങി ജസ്റ്റ് ഒരു ട്രാക്കിൽ കയറിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് അസൈൻ ചെയ്ത ടോപ്പിക്കുകളിൽ ഒരു ഈസി ടോപ്പിക് വെച്ച് തുടങ്ങാം എന്ന് തോന്നി. കാരണം ആദ്യമേ ഒരു ടഫ് ടോപ്പിക്കിലേക്ക് വരുന്ന സമയം നമ്മൾ ബോറടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടി പരിചിതമായ ഒരു ടോപ്പിക്കിൽ നമ്മുടെ ഒരു ജേണി തുടങ്ങാം എന്നുള്ളത് കൊണ്ടാണ് ICT എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പൊ ഇതിനു മുമ്പ് പരീക്ഷ എഴുതിയ ആളുകളെ സംബന്ധിച്ച് ICT എന്താണെന്നുള്ള ഒരു ചെറിയ ധാരണയുണ്ടാവും. ഇപ്പൊ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് NTA എക്സാം എഴുതാൻ പോകുന്ന, ആദ്യമായി സിലബസിനെ പരിചയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് തംസ് അപ്പ് ചെയ്താൽ മതി. 2 പേര്, 3, 4. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ ICTയുടെ ടോപ്പിക് പറയുന്ന സമയത്ത് നമ്മൾ ഓറിയന്റേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ICTയുടെ ടോപ്പിക് എപ്പോഴും നമുക്ക് പരിചയമുള്ള കുറച്ച് കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അതായത് അതിൽ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മൾ ഉപയോഗിച്ചതോ കണ്ടിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു റീല് കണ്ടിട്ടുള്ളതോ ആയിട്ടുള്ള ടെക്നോളജിയെ കുറിച്ചായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. നമുക്ക് പരിചയം, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സാധനങ്ങളെ കുറിച്ചാണ് ചോദിക്കുക. അതിന് ഒരു നെറ്റ് പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് ആവുന്ന സമയത്ത് അവരതിനൊന്ന് ട്രിക്കി ആയിട്ട് ചോദിക്കും എന്നുള്ളത് ഒഴിച്ചാൽ അവിടെ എന്ത് പ്രശ്നങ്ങളില്ല. നമുക്ക് ബാക്കിയുള്ള മൊഡ്യൂളുകളെ പോലെ ഒരു ടഫസ്റ്റ് മൊഡ്യൂൾ എന്ന് ICT വിളിക്കാൻ പറ്റില്ല. ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ സിലബസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സിലബസിന്റെ ക്ലാസ് പറയുന്ന സമയത്ത് കുറച്ചും കൂടി, അതായത് കഴിഞ്ഞ തവണകളിലൊക്കെ വന്നിട്ടുള്ളതിൽ നിന്നുള്ള ചോദ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സിലബസിൽ ഉണ്ടായിരുന്ന മുമ്പ് നമ്മുടെ ക്ലാസ്സുകളിൽ നിന്നൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് കണ്ടന്റിനൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ, അതായത് പുതിയ ടെക്നോളജിയുടെ ഭാഗമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ സിലബസിലേക്ക് ആഡ് ചെയ്ത് വന്നുകൊണ്ട് അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടുള്ള ആഡപ്പ് ആക്കിയിട്ടുള്ള ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു സിലബസ് ഡിസ്കഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ICTയുടെ സിലബസ് മൊഡ്യൂള് 3 രീതിയിലാണ്. ഓക്കെ, 3 സെഷനുകളായിട്ടായിരിക്കും ഉണ്ടാവുക. അതിൽ ആദ്യത്തെയും രണ്ടാമത്തെയും സെഷനുകൾ എന്ന് പറയുന്നത് നിലവിൽ മുമ്പുണ്ടായിരുന്ന പുതിയ സിലബസിനകത്തേക്ക് അതേ ടോപ്പിക്കില് പുതിയ ടെക്നോളജി ആഡ് ചെയ്ത് വന്നിട്ടുള്ള പുതിയ കാര്യങ്ങൾ, അതേ മൊഡ്യൂൾ. ഇപ്പം എന്താ പറയുക, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ എടുക്കുകയാണെങ്കിൽ മുമ്പുണ്ടായിരുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളല്ല, അല്ലെങ്കിൽ അത് മാത്രമല്ല ഇന്ന് ഉപയോഗിക്കുന്നത്. പുതിയ കുറെ ബയോമെട്രിക് സംവിധാനങ്ങൾ പോലെയുള്ളതോ അല്ലെങ്കിൽ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജി ഒക്കെ ആ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതൊക്കെ ആഡ് ചെയ്ത് പഴയതിനെ നമ്മളൊന്ന് റിഫ്രഷ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ക്ലാസ്സുകളായിരിക്കും ആദ്യത്തെ 2 സെഷൻ. മൂന്നാമത്തെ സെഷനിലേക്ക് വരുന്ന സമയത്ത് എൻറ്റയർലി പുതിയതായ ചില സാധനങ്ങളെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എൻറ്റയർലി പുതിയതായ കുറച്ച് സാധനങ്ങളെ ചോദിച്ചിട്ടുണ്ട്. അതും കൂടെ പറഞ്ഞിട്ടാണ് നമ്മൾ ICTയുടെ സിലബസ് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മുമ്പ് നമ്മുടെ ബാച്ചിന്റെ ഭാഗമായിട്ട് ICTയുടെ ക്ലാസ്സുകളിൽ ഇരുന്ന ആളുകൾക്ക് നമ്മുടെ അതേ ടോപ്പിക്കുകളാണ് പറയുന്നതെന്ന് തോന്നും. പക്ഷെ അതിൻ്റെ അകത്ത് എക്സ്ട്രാ കാര്യങ്ങൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഞാൻ പറയുന്ന സമയത്ത് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വ്യക്തമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വട്ടം കൂടി പറയണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഡ്യൂറിങ് ദ സെഷൻ തന്നെ പറയാം. നമ്മൾ ഓരോന്നും ക്ലാരിഫൈ ചെയ്തിട്ട് തന്നെ പോവാമെന്നുള്ളതാണ്. നമ്മൾ ടോപ്പിക് ICT ആണ്. ICTയുടെ പാർട്ട് 1 എന്ന് പറയുമ്പോൾ അതിന്റെ ബേസിക്സിൽ നിന്നാണ് നമ്മൾ തുടങ്ങുക. ബേസിക്സ് എന്ന് പറയുന്ന സമയത്ത് കമ്പ്യൂട്ടർ എന്താ, ഇൻപുട്ട് ഡിവൈസ് എന്താ, ഔട്ട്പുട്ട് ഡിവൈസ്, ഇതാണ് സംഭവം. പക്ഷെ അതിനൊരു നെറ്റിന്റെ ആസ്പെക്റ്റിലേക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ട് അതിന്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളിലൊക്കെ ട്വിസ്റ്റിംഗ് ആയിട്ട് ചോദിക്കാറുള്ള സാധനങ്ങളാണ് കമ്പ്യൂട്ടറിന്റെ ഡെഫിനിഷൻ, ഇൻപുട്ട് ഡിവൈസ്. ഇത് എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ അതൊരു ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവിടെ ട്രിക്കി ആയിട്ടുള്ള സാധനങ്ങൾ ചോദിക്കും. നമ്മൾ അവിടെ പെട്ടുവോ അല്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ബേസിക്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ ബേസിക് ആസ്പെക്റ്റുകളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനകത്തുള്ള ഓരോ ടേമിനെയും സയന്റിഫിക് ആയിട്ട് തന്നെ എന്ത് ചെയ്യും, ഡിഫൈൻ ചെയ്യും എന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായും നമ്മൾ തുടങ്ങുക ICTയുടെ ബേസിക്സിലായിരിക്കും. ICT ബേസിക്സ് എന്ന് പറയുന്ന സമയത്ത് ബേസിക് ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഫീൽഡിൽ, IT ടെക്നോളജിയുടെ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഫീൽഡിൽ നമ്മൾ ഉപയോഗിക്കാറുള്ള ബേസിക് ആയിട്ടുള്ള ടേമുകൾ, കമ്പ്യൂട്ടർ എന്താണ്, ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ്, ഡാറ്റ എന്താണ്, അതിന്റെ ടൈപ്സ് എന്താണ്, ഇൻപുട്ട് ഡിവൈസ് എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസ് എന്താണ്, ഇത്തരം ടേമുകളാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ പരിചയപ്പെടുക. അപ്പൊ ഇത് നമുക്ക് അറിയാത്ത കാര്യങ്ങളല്ല, പക്ഷെ നമുക്ക് അതിന് കൃത്യമായിട്ട് എന്തുണ്ടാവണം, ഡെഫിനിഷൻ ഉണ്ടാവണം. അപ്പൊ കമ്പ്യൂട്ടർ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഹൗ ക്യാൻ യു ഡിഫൈൻ കമ്പ്യൂട്ടർ എന്നുള്ള ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചോദ്യത്തിൽ കാണുമ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണം അതൊരു മെഷീനാണ്. ഇറ്റ്സ് എ മെഷീൻ. എന്തിനുള്ള മെഷീനാണ്? ദാറ്റ് പെർഫോംസ് അണ്ടർ സം പ്രീ ഡിഫൈൻഡ് പ്രോഗ്രാംസ്. നേരത്തെ തീരുമാനിച്ചു വെച്ച അല്ലെങ്കിൽ നേരത്തെ പ്രോഗ്രാം ചെയ്തു വെച്ച സംവിധാനത്തിന്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ് കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു പുതിയ കമ്പ്യൂട്ടർ മേടിക്കുന്ന സമയത്ത് നമ്മളൊരു കമ്പ്യൂട്ടറും കൊണ്ട്
കൊണ്ട് പണിയെടുക്കാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്ന കാര്യം എന്താ? ഓൾറെഡി അതിന്റെ അകത്തൊരു സിസ്റ്റം പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്രോഗ്രാമിന് അനുസരിച്ചിട്ടാണ് അത് നമുക്ക് പണിയെടുത്ത് തരാന്നുള്ളത്. അപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെഷീൻ പെർഫോംസ് അണ്ടർ സം പ്രീ ഡിഫൈൻഡ്, നേരത്തെ ഡിഫൈൻ ചെയ്തു വെച്ച പ്രോഗ്രാമിന്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനം. ഈ സാധനമാണ് നിങ്ങൾ ഓർമ്മ വേണ്ടത്. ഇറ്റ്സ് എ മെഷീൻ ബേസ്ഡ് ഓൺ പ്രീ ഡിഫൈൻഡ് പ്രോഗ്രാംസ്. ഇത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ക്ലാസ്സിലിരിക്കുന്ന സമയത്ത്, ക്ലാസ് കേൾക്കുന്ന സമയത്ത് വെറുതെ ഒരു സിനിമ കാണുന്ന ഒരു ലാഘവത്തോടെ ഇരിക്കാതെ കയ്യിലൊരു പേപ്പറും അതിലെഴുതാനുള്ള ആയുധം പേനയായിട്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചിലർ ഈ എന്താ പറയാ ഭയങ്കര നമ്മൾ ഡിജിറ്റലൈസ്ഡ് ആക്കണം പഠനം എന്ന് പറഞ്ഞാൽ ചിലർ ടൈപ്പ് ചെയ്ത് വെക്കുന്നവരൊക്കെ. എങ്ങനെയായിരുന്നാലും നിങ്ങളുടെ കയ്യിൽ ആ സംഭവം ഉണ്ടായിരിക്കണം. എഴുതുന്നതോ ടൈപ്പ് ചെയ്യുന്നതോ ആയിട്ടുള്ള നിങ്ങൾ നോട്ട്സ് കുറിച്ചു വെക്കുന്ന ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. 2 കാരണങ്ങൾ കൊണ്ടാണ്, 2 അല്ല 3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നിങ്ങൾ ഈ ഒരു സെഷനിൽ ഭയങ്കര എന്താ പറയാ വിജിലന്റ് ആയിട്ടിരിക്കുന്നു, നിങ്ങൾ ഈ പഠനമാണ് ഈ സമയത്ത് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് സ്വയം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. വേറെ ഒന്നിലേക്കും ഡൈവേർട്ട് ചെയ്ത് പോകുന്നില്ല. നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളുടെ കൈ, നിങ്ങളുടെ കണ്ണ്, കാത് ഇതൊക്കെ ഈ ഒരു സംഭവത്തിലേക്ക് ഈ ഒരു 1 മണിക്കൂറിൽ വിജിലന്റ് ആയി നിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ക്ലാസ്സുകൾ ഇങ്ങനെ ചെറപറ പേപ്പർ കൊണ്ടും പേപ്പറ്റും ഒക്കെ കിട്ടിക്കൊണ്ടേയിരിക്കും. സൗണ്ട് വേറെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? അദ്ദേഹത്തിന്റെ മാത്രം പ്രശ്നമാണോ? ഓക്കെ. സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കുറയ്ക്കണോ? ഇല്ല. ഓക്കെ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ സിലബസ് ഇങ്ങനെ പേപ്പർ 1 പേപ്പർ 2 ഇനി അങ്ങോട്ട് ബാക്ക് ടു ബാക്ക് ആയിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങും. ആ സമയത്ത് ഇത് എന്താന്നുള്ള ഒരു ഐഡിയ, എവിടെയാ നമ്മൾ കേട്ടത്, ഏത് മൊഡ്യൂളിൽ എത്രാമത്തെ പേജിലാണ്, ഇതൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ ഈ സാധനം നമ്മൾ വളരെ ഷോർട്ടാക്കിയിട്ട്, ഈ ലോകത്ത് നമുക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജിൽ വളരെ ഷോർട്ടാക്കിയിട്ട്, ഒരു ഷോർട്ട് നോട്ട് ആക്കിയിട്ട് നമ്മൾ നോട്ട് എഴുതുന്ന ഭാഗത്ത് എഴുതിയ ICTന്റെ മൊഡ്യൂളിന്റെ നോട്ട് എഴുതുന്ന ഭാഗത്ത് വളരെ ഷോർട്ടാക്കി ഈ സാധനങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിവൈസ് ചെയ്യാൻ എളുപ്പമാണ്. മറിച്ചു നോക്കുന്നു, കാണുന്നു, ഓക്കെ ഓർമ്മയുണ്ട്, മറക്കുന്നു, കാണുന്നു, ഓർമ്മയുണ്ട്, മറക്കുന്നു, കാണുന്നു, ഓർമ്മയുണ്ട്. ആ റിവിഷൻ എന്ന് പറയുന്ന സാധനം ജസ്റ്റ് രാത്രി കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് എല്ലാം എടുത്ത് വെറുതെ മറച്ചു വെക്കുക. വെറുതെ വായിച്ചു വെക്കുക എന്നുള്ളതല്ല, ഇത് ബൈഹാർട്ട് എടുത്ത് വായിച്ചു വെക്കുക എന്നുള്ള, ജസ്റ്റ് മറച്ചു വെക്കുക. ഓർമ്മയുണ്ട്, ഇന്നതാണ് അത് ഓർമ്മയുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് രാത്രി കിടക്കാൻ പോകും. അല്ലെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയം എപ്പോഴാണോ അങ്ങനെ ചെയ്യാം. അതിനുവേണ്ടിയാണ് നോട്ട്സ് എഴുതാൻ വേണ്ടി പറയുന്നത്. കയ്യിലൊരു പേനയായിട്ടിരിക്കുക, പറയുന്ന കാര്യങ്ങൾ വളരെ ഷോർട്ടാക്കി ഈ ലോകത്ത് നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതിയാൽ മതി. നോട്ട്സ് എഴുതുന്നതിന് ആരും അവാർഡൊന്നും ഇവിടെ തരൂല. നിങ്ങൾക്ക് പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. ഇപ്പൊ കമ്പ്യൂട്ടർ എന്താണെന്നുള്ള സാധനം നിങ്ങളുടെ മൈൻഡിൽ ഓർമ്മ വെക്കേണ്ട സാധനം എന്താ? ഇറ്റ്സ് എ മെഷീൻ ബേസ്ഡ് ഓൺ സം പ്രീ ഡിഫൈൻഡ് പ്രോഗ്രാം. ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ. എവിടെ പ്രീ ഡിഫൈൻഡ് പ്രോഗ്രാം എന്ന് കമ്പ്യൂട്ടറിനെ കുറിച്ച് പറയുമ്പോഴും അത് ശരിയാണ് എന്നുള്ളൊരു ബോധ്യമാണ് ആദ്യം വരേണ്ടത്. അടുത്ത ടേമാണ് ഹാർഡ്വെയർ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ, നമുക്ക് തൊട്ടു നോക്കാൻ പറ്റുന്ന വിസിബിൾ ഫിസിക്കൽ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ എന്നാ പറയാ. നമുക്ക് തൊടാനും കാണാനും പറ്റുന്ന കമ്പ്യൂട്ടറിന്റെ എല്ലാ പാർട്ടുകളെയും നമുക്ക് എന്ത് വിളിക്കാം? ഹാർഡ്വെയർസ് എന്ന് വിളിക്കാം. വിസിബിൾ ഫിസിക്കൽ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ, കാണാനും തൊടാനും പറ്റുന്ന അതിന്റെ മൗസ്, കീബോർഡ്, മോണിറ്റർ, വയറിംഗ്, ഇതെല്ലാം എന്താണ്? ഹാർഡ്വെയറിന്റെ ഭാഗമാണ്. ഇനി ഇങ്ങനെ വിസിബിൾ അല്ലാത്ത പാർട്ടും കമ്പ്യൂട്ടറിനുണ്ട്. അതിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയറുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ. നിങ്ങൾ അതിലെ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വിൻഡോസിനെ കാണിച്ചു തരൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അതിന്റെ ലോഗോ കാണിച്ചു തരാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അത് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാനേ, സ്ക്രീനിൽ കാണൂ അത് വർക്ക് ചെയ്യുന്നു എന്ന് കാണിച്ചു തരാനേ പറ്റുള്ളൂ. സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ നോൺ വിസിബിൾ ആയിട്ടുള്ള അതിന്റെ ഇലക്ട്രോണിക് പ്രോഗ്രാമുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോഫ്റ്റ്വെയറുകൾ എന്ന് വിളിക്കുന്നത്. അതിനെ കാണാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല, എന്ത് മാത്രമേ പറ്റൂ? അതിനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. മറ്റേത് ഹാർഡ് ആയിട്ടുള്ള പാർട്ടാണ്, ഇത് സോഫ്റ്റ് ആയിട്ടുള്ള നോൺ വിസിബിൾ ആണ്. മറ്റേത് വിസിബിൾ ആണ്, ഇത് നോൺ വിസിബിൾ ആണ്. മറ്റേത് വിസിബിൾ ആയിട്ടുള്ള ഫിസിക്കൽ പാർട്ടാണ്, ഇത് നോൺ വിസിബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് പാർട്ടാണ്. ഓക്കെ. അതിന് രണ്ടിനെയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ഓർത്ത് വെക്കാൻ പറ്റണം. ഇനി അടുത്ത ഡാറ്റയാണ്. ഡാറ്റ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്ന പ്രോസസ്സിങ്ങിൽ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ പ്രോസസ് ചെയ്യാണല്ലോ. എയറിനെ എടുത്തിട്ട് ചുരുട്ടി കൂട്ടാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു സാധനം വർക്ക് ചെയ്യാൻ കമ്പ്യൂട്ടറിന് വേണം. അപ്പൊ ആ കമ്പ്യൂട്ടറിന് ആവശ്യമായ ആ ഫാക്റ്റുകളെ, അതിന് പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ടുള്ള എലമെന്റുകളെയാണ് എന്ത് വിളിക്കുന്നത്? ഡാറ്റ എന്ന് വിളിക്കുന്നത്. ആ ഡാറ്റയിൽ തന്നെ, ആ ഡാറ്റയ്ക്ക് തന്നെ 2 കുട്ടികളുണ്ട്. ആദ്യത്തെ കുട്ടിയാണ് ഇൻപുട്ട് ഡാറ്റ, രണ്ടാമത്തെ കുട്ടിയാണ് ഔട്ട്പുട്ട് ഡാറ്റ. ഇൻപുട്ട് ഡാറ്റ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുന്ന ഡാറ്റ. ഓക്കെ. അങ്ങോട്ട് കമ്പ്യൂട്ടറിന് അങ്ങോട്ട് കയറ്റി കൊടുക്കുന്ന ഡാറ്റ. ഔട്ട്പുട്ട് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടർ ഇങ്ങോട്ട് തരുന്ന ഡാറ്റ എന്ന് പറയാം.
ഓക്കെ, ഒരു സാധനം കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് ആയിട്ട് ഇങ്ങോട്ട് തരണമെങ്കിൽ ഇപ്പം എക്സൽ ഷീറ്റ് എടുത്തിട്ട്, ഓക്കെ എക്സൽ ഷീറ്റ് എടുക്കുന്നു, എക്സൽ ഷീറ്റ് എടുത്തിട്ട് 1+ ഓക്കെ ഈസ് ഈക്വൽ ടു 1+1 എന്ന് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത സെല്ലിൽ എന്ത് വരും? 2 എന്നുള്ള റിസൾട്ട് വരും. അപ്പൊ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഈ സാധനമാണ്, അങ്ങോട്ട് കൊടുക്കുന്ന സാധനം. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അത് റിസൾട്ട് ആണ്. അങ്ങനെ കമ്പ്യൂട്ടറിന് നമ്മൾ അതിന്റെ അകത്തേക്ക് കയറ്റി കൊടുക്കുന്ന എല്ലാ ഇൻഫർമേഷനെയും എല്ലാ ഇൻസ്ട്രക്ഷനെയും നമുക്ക് ഇൻപുട്ട് ഡാറ്റ എന്ന് വിളിക്കാം. അതിനെ പ്രോസസ് ചെയ്തിട്ട് ഇങ്ങോട്ട് തരുന്ന എല്ലാ റിസൾട്ടിനെയും കമ്പ്യൂട്ടർ നമുക്ക് പുറത്തോട്ട് തരുന്ന ഡാറ്റ എന്ന് പറയാം, ഔട്ട്പുട്ട് ഡാറ്റ എന്ന് വിളിക്കാം. ഇത്രയും പറഞ്ഞ ടേമുകൾ ഓക്കെ ആണോ? കമ്പ്യൂട്ടർ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഇൻപുട്ട് ഡാറ്റ, ഔട്ട്പുട്ട് ഡാറ്റ, ഡാറ്റ എന്താണ് നല്ല സാധനം. യെസ്. ഇനി ഇതേ ഇൻപുട്ട് ഡാറ്റയും ഔട്ട്പുട്ട് ഡാറ്റയും പ്രോസസ്സ് ചെയ്യുന്നത് ഇൻപുട്ട് ഡിവൈസുകളും ഔട്ട്പുട്ട് ഡിവൈസുകളുമാണ്. ഓക്കെ, ഈ ഡാറ്റകളെ പ്രോസസ്സ് ചെയ്യുന്നത് ഇൻപുട്ട് ഡിവൈസുകളും ഔട്ട്പുട്ട് ഡിവൈസുകളുമാണ്. അപ്പൊ ഇതിൽ ഇൻപുട്ട് ഡിവൈസുകൾ എന്ന് പറയുന്ന സമയത്ത്, ഓക്കെ ഇൻപുട്ട് ഡിവൈസുകൾ എന്ന് പറയുന്ന സമയത്ത് ഈ ഇൻപുട്ട് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങോട്ട് കൊടുക്കുന്ന ഡാറ്റയാണ്. ആ ഡാറ്റ അങ്ങോട്ട് നമുക്ക് കമ്പ്യൂട്ടർ പൊളിച്ച് പാർട്ടാക്കി എടുത്ത് അതിൻ്റെ ഉള്ളിലിട്ട് വെച്ച് പൂട്ടുകയല്ല ചെയ്യുക, കൃത്യമായിട്ട് അങ്ങോട്ട് ഇൻഫർമേഷൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനുള്ള കൃത്യമായിട്ടുള്ള ഉപകരണങ്ങൾ എവിടെയുണ്ട്? കമ്പ്യൂട്ടർ ഫീൽഡിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ഡാറ്റയെ കമ്പ്യൂട്ടറിനകത്തോട്ട് കൊടുക്കുവാനുള്ള ഡിവൈസുകളെ ഒക്കെ നമുക്ക് ഇൻപുട്ട് ഡിവൈസുകൾ എന്ന് വിളിക്കാം. ഡിവൈസസ് വി യൂസിങ് ടു ഗിവ് ഇൻസ്ട്രക്ഷൻ ടു കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് അങ്ങോട്ട്, കമ്പ്യൂട്ടറിന് നമ്മുടെ മലയാളം പറഞ്ഞാലോ നമ്മൾ വാക്കാൽ പറഞ്ഞാലോ ഒന്നും കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല, അതിന് കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജ് ആയിട്ട് കിട്ടണം. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഡിവൈസുകൾ ഉണ്ട്. നമ്മൾ മൗസ് ചലിപ്പിക്കുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ ആണ്, മൗസ് ക്ലിക്ക് ചെയ്യുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. ഇതെന്താണ് എന്ന് വെച്ചാൽ മൗസ് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് എന്നർത്ഥം. ഓക്കെ, നമ്മൾ മൈക്കിൽ കമ്പ്യൂട്ടറിനകത്തേക്ക് വോയിസ് ഡബ് ചെയ്ത് കയറ്റുന്നത്, വോയിസ് ഓവർ കൊടുക്കുന്നത് ഇൻപുട്ട് ഡിവൈസ് ആണ് മൈക്ക് എന്ന് പറയുന്നത്. അങ്ങനെ കുറെ ഇൻപുട്ട് ഡിവൈസുകൾ ഉണ്ട്, നമ്മളത് പറയും. കമ്പ്യൂട്ടറിന് അങ്ങോട്ട് ഡാറ്റ കയറ്റി കൊടുക്കുന്ന എല്ലാതരം ഡിവൈസുകളെ നമുക്ക് ഇൻപുട്ട് ഡിവൈസ് എന്ന് വിളിക്കാം. ആ ഫോട്ടോയിൽ കാണുന്നതൊക്കെ ഇൻപുട്ട് ഡിവൈസ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യും എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഔട്ട്പുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസ് അങ്ങോട്ട് കൊടുക്കുന്ന ഡിവൈസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ ഇങ്ങോട്ട് നമുക്ക് ഡാറ്റ തരുന്നത് അതിന്റെ ചില ഡിവൈസുകളിലൂടെ, ഹാർഡ്വെയറുകളിലൂടെയാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന് വിളിക്കുന്നത്. കമ്പ്യൂട്ടർ നമ്മൾ അങ്ങോട്ട് കൊടുത്ത ഇൻപുട്ട് ഡാറ്റ റിസീവ് ചെയ്ത് റിസൾട്ട് ആക്കിയിട്ട് തിരിച്ചു തരുന്നത് ഏതിലൂടെയാണോ അതാണ് ഔട്ട്പുട്ട് ഡിവൈസ്. മോണിറ്ററിൽ നിങ്ങൾ കാണുന്നത് കമ്പ്യൂട്ടർ കാണിക്കുന്ന റിസൾട്ട് ആണ്, വിച്ച് മീൻസ് മോണിറ്റർ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ആണ് എന്നർത്ഥം. പ്രിന്ററിലൂടെ പ്രിന്റ് ചെയ്ത പേപ്പർ കമ്പ്യൂട്ടർ പുറത്തേക്ക് ഇട്ട് തരുന്നത് പ്രിന്റർ ഔട്ട്പുട്ട് ഡിവൈസ് ആയതുകൊണ്ടാണ്. സ്പീക്കറിലൂടെ നിങ്ങൾ പുറത്തോട്ട് കേൾക്കുന്നത് സ്പീക്കർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആയതുകൊണ്ടാണ്. നിങ്ങൾ ഇയർഫോൺ നിങ്ങളുടെ ലാപ്പിലോ ടാബിലോ കുത്തിയിട്ട് പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇയർഫോൺ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെഡ്ഫോൺ അതിന്റെ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. നിങ്ങൾ പ്രൊജക്ടറിലൂടെ ഒരു സാധനം ചുമരിന്റെ മേലെ സ്ക്രീൻ ചെയ്യുമ്പോൾ ആ പ്രൊജക്ടറിലൂടെ പുറത്തോട്ട് വരുന്നത് കമ്പ്യൂട്ടറിനകത്തുള്ള ഡാറ്റയാണ്. അങ്ങനെ നിങ്ങൾക്ക് ആ ഡാറ്റയെ പുറത്തോട്ട് തരുന്ന പ്രൊജക്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന് അർത്ഥം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഇൻപുട്ട് ഡിവൈസ് എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസ് എന്താണ്? യെസ്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെയാണ്. ഓക്കെ, അതായത് പഴയ നമ്മൾ പണ്ട് സ്കൂളിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് IT പേപ്പർ പഠിക്കുന്ന സമയത്ത് അവിടെ പഠിച്ച ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളും പുതിയ ടെക്നോളജിയുടെ ഭാഗമായിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളും അതിന്റെ കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ചില ഉപകരണങ്ങളൊക്കെ, ചില ഡിവൈസുകളൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. പരിചയമില്ലാത്ത ചിലതിനെയും നമ്മൾ പറയും. നമ്മൾ എന്താണെന്നുള്ളത് നോക്കാം എന്തായാലും. അപ്പൊ ആദ്യം നമുക്ക് എന്തായാലും ഇൻപുട്ട് ഡിവൈസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് പരിചയപ്പെടാം. ഓക്കെ, ഇൻപുട്ട് ഡിവൈസുകളിൽ സ്വാഭാവികമായും അങ്ങോട്ടാണല്ലേ ഡിവൈസസ് യൂസ് ടു സെൻഡ് ഡാറ്റ ഓർ ഇൻസ്ട്രക്ഷൻ ടു ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് അങ്ങോട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുള്ള എല്ലാത്തിനെയും നമുക്ക് എന്ത് വിളിക്കാം? ഇൻപുട്ട് ഡിവൈസ് എന്ന് വിളിക്കാം. അങ്ങനെ നോക്കുമ്പോ കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, എന്താന്ന് പറയാട്ടോ, ടച്ച് പാഡ്, മൈക്രോഫോൺ, സ്കാനർ, വെബ്സ്കാം, ജോയ്സ്റ്റിക്, ലൈറ്റ് പെൻ, ബാർകോഡ് റീഡർ, ഗ്രാഫിക് ടാബ്ലറ്റ്, ബയോമെട്രിക് ഡിവൈസ്, ഗെയിം കൺട്രോളർ, ഡിജിറ്റൽ ക്യാമറ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ, ഇതൊക്കെയും നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസുകളാണ്. കീബോർഡ് എന്താന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്തിലെ
ടെക്സ്റ്റും നമ്പറും കമാൻഡ്സും ഒക്കെ എൻ്റർ ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സാധനമാണ് എന്ത് കീബോർഡ് എന്ന് പറയുന്നത്. മൗസ് എന്ന് പറഞ്ഞാലോ പറയേണ്ടതിൽ ഒരു കാര്യത്തെ പോയിന്റ് ചെയ്യാനോ ക്ലിക്ക് ചെയ്യാനോ സ്ക്രീനിൽ നാവിഗേറ്റ് ചെയ്യാനോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന നാവിഗേറ്റിംഗ് ടൂളാണ് എന്ത് മൗസ് എന്ന് പറയാം. അപ്പൊ ഇതിലൂടെയൊക്കെ നമ്മൾ അങ്ങോട്ടാണ് കമ്പ്യൂട്ടറിന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ടച്ച് പാഡ് എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ് നിങ്ങളെ ലാപ്ടോപ്പിനകത്തുള്ള മൗസിന് പകരമായി ഉപയോഗിക്കുന്ന ദാറ്റ് ടച്ചിങ് പാഡ്. ഓക്കെ, അതായത് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാപ്ടോപ്പിലാണ് ഈ ടച്ച് പാഡുകൾ ഉണ്ടാവുക. മൗസിന്റെ അതേ ഫംഗ്ഷനിങ് ആണ് അത് ചെയ്യുക. ഫിംഗർ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത് ടച്ച് പാഡ് വർക്ക് ചെയ്യുന്നത്. ഇനി മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്കാണ്. ഓക്കെ, അങ്ങോട്ട് കമ്പ്യൂട്ടറിനകത്തേക്ക് ഓഡിയോ കയറ്റി കൊടുക്കാനുള്ള സാധനമാണ് എന്ത് മൈക്രോഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓഡിയോ റെക്കോർഡ് ചെയ്ത് കയറ്റാൻ, വോയിസ് കമാൻഡുകൾ കൊടുക്കാൻ, കമ്മ്യൂണിക്കേഷൻസ് നടത്താൻ അതിന്റെ എൻഡിൽ ഒരു പിൻ ഉണ്ടാവും. ആ പിൻ അതിന്റെ എന്താ പറയാ CPU മേലെ കുത്തിയിട്ടാണ് എന്ത് ചെയ്യുക മൈക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അടുത്താണ് സ്കാനർ. സ്കാനർ നമ്മൾ സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിന് അകത്തോട്ട് കയറ്റാൻ. അപ്പൊ സ്വാഭാവികമായും അങ്ങോട്ടാണ് ഡാറ്റ കൊടുക്കുന്നത്. ഇൻപുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, ഫിസിക്കൽ ഡോക്യുമെന്റുകളെ അല്ലെങ്കിൽ നമ്മുടെ മറ്റെന്തെങ്കിലും ഡോക്യുമെന്റുകളെ ഡിജിറ്റൽ ഫോർമാറ്റിലാക്കി കമ്പ്യൂട്ടറിൽ അകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ള സാധനമാണ് എന്ത് സ്കാനർ എന്ന് പറയുന്നത്. ഇനി വെബ് ക്യാമറ എന്താണെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. ആധാറൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ ഫോട്ടോ എടുക്കുന്നത് എന്തിനകത്താ വെബ് ക്യാമറയ്ക്കകത്താണ്. നെറ്റ് എക്സാമിന് പോയി കഴിഞ്ഞാൽ ഓല് നമ്മളെ വെരിഫിക്കേഷൻ നടത്തുന്ന സമയത്തും ഓലെടുത്ത് ഇങ്ങനെ ഒരു ക്യാമറ ഉണ്ടാവും. നമ്മളെ ഫോട്ടോ ഓല എടുക്കും എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ലൈവായിട്ട് ഒരു ഫോട്ടോ ഓർ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെബ് ബേസ്ഡ് ക്യാമറ എന്ന് പറയാം. നോർമൽ ക്യാമറയില് ഇറ്റ്സ് എ വെബ് ക്യാം കണക്റ്റഡ് ടു ദ കമ്പ്യൂട്ടർ എന്ന് പറയാം. അടുത്താണ് ജോയ്സ്റ്റിക്ക്. ജോയ്സ്റ്റിക്ക് ഈ സാധനമാണ് ജോയ്സ്റ്റിക്ക്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഗെയിം ഒക്കെ കളിക്കാൻ വേണ്ടി കുട്ടികളെയും കൊണ്ട് എവിടെയെങ്കിലും ഗെയിം സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സാധനം നാവിഗേറ്റ് ചെയ്യുന്നത് ജോയ്സ്റ്റിക്ക് വെച്ചിട്ടാണ്. ഓക്കെ, ഗെയിമിംഗ് കൺട്രോൾ മൂവ്മെന്റ് എന്നാണ് പറയാ. അതായത് ഗെയിം കളിക്കുമ്പോൾ അവർക്കത് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റിയറിംഗ് സാധനമാണ് എന്ത് ഈ ജോയ്സ്റ്റിക്ക്. അതിങ്ങനെ ഞെക്കിയിട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ ഇവർ എന്ത് ചെയ്യുന്നത് കാണാം, അതിനെ നാവിഗേറ്റ് ചെയ്യുന്നത് കാണാം. അപ്പൊ അങ്ങോട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് അതിലൂടെ. അതിന് നമ്മൾ എന്ത് വിളിക്കാം, ജോയ്സ്റ്റിക്ക് എന്ന് വിളിക്കാം. പിന്നുള്ളത് ലൈറ്റ് പെന്നാണ്. ലൈറ്റ് പെൻ എന്ന് പറഞ്ഞതാ ഇങ്ങനെ സ്ക്രീനിനകത്ത് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പെന്നിനെയാണ് ലൈറ്റ് പെൻ എന്ന് വിളിക്കുക. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രീനിൽ വരയ്ക്കാം, ചിത്രം വരയ്ക്കാം, ഡ്രോ ചെയ്യാം. അങ്ങനെ സ്ക്രീനുമായിട്ട് സ്ക്രീനുമായിട്ട് മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യുന്ന പെന്നുകളെയാണ് ലൈറ്റ് പെൻ എന്ന് വിളിക്കുക. പിന്നെ ബാർകോഡ് റീഡർ ഉണ്ട്. ബാർകോഡ് നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന സാധനമാണ് അല്ലെ. ബാർകോഡ് റീഡ് ചെയ്യുന്ന സാധനങ്ങൾ ഇപ്പൊ സൂപ്പർ മാർക്കറ്റുകളൊക്കെ സ്ഥിരമായിട്ടുള്ള സാധനമാണ് ബാർകോഡ്. ആ സാധനത്തിന്റെ പ്രോഡക്റ്റിന് മേലെ ബാർകോഡ് റീഡ് ചെയ്തിട്ടാണ് അവർ ബില്ലടിക്കുക. അപ്പൊ അതിന് ബാർകോഡ് എന്ന് പറയുന്ന വരയുള്ള സാധനം അത് റീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ്, ഒരു ഡിവൈസ്. അത് റീഡ് ചെയ്തിട്ട് അതിന് ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് ഡിവൈസുകളിൽ ഒന്നാണ് എന്ത് ബാർകോഡ് റീഡർ. പിന്നെ ഉള്ളത് ഗ്രാഫിക് ടാബ്ലറ്റ് ആണ്. ഡിജിറ്റൈസർ എന്ന് പറയും. ഓക്കെ, ഡിജിറ്റൈസർ എന്ന് പറയും. നമ്മള് എന്താ പറയാ ഡിജിറ്റൽ ആർട്ടൊക്കെ സ്റ്റൈലസ് പെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ വരയ്ക്കേണ്ടതായിട്ടൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഈ പറഞ്ഞ ഗ്രാഫിക് ടാബ്ലറ്റുകൾ ഉപയോഗിക്കുക എന്നുള്ളത്. ഇപ്പൊ പുസ്തകത്തിന്റെ ഒക്കെ കവർ ഡിസൈനിങ് ഒക്കെ ഇപ്പം ഗ്രാഫിക് ടാബ്ലറ്റ് വഴിയാണ്. ഇപ്പൊ ഡിജിറ്റൽ ആർട്ടാണ് എല്ലാം എന്ന് പറയുന്നത്. അടുത്ത ബയോമെട്രിക് ഡിവൈസുകളാണ്. നിങ്ങളുടെ ഫിംഗർ പ്രിന്റ്, റെറ്റിനയുടേത്, ഇങ്ങനത്തെ ബയോമെട്രിക് സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്കാനേഴ്സ് ഉണ്ടാവുമല്ലോ. ഐഡന്റിഫിക്കേഷനും ഒതന്റിക്കേഷനും വേണ്ടി ഉപയോഗിക്കുന്ന ഫിംഗർ പ്രിന്റ് ആവാം, നിങ്ങളുടെ കണ്ണിന്റെ റെറ്റിന ഐറിസ് സ്കാൻ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടെ ഫേസ് സ്കാൻ ചെയ്യുന്നതാവാം. ഇതൊക്കെ ബയോമെട്രിക് സംവിധാനങ്ങളുടെ കീഴിലാണ്. അപ്പൊ നിങ്ങളുടെ ബയോമെട്രിക് റീഡ് ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത് എന്നർത്ഥത്തിൽ ബയോമെട്രിക് ഡിവൈസുകളൊക്കെയും ഇൻപുട്ട് ഡിവൈസുകളാണ്. പിന്നെയുള്ളത് ഗെയിം കൺട്രോളിംഗ് പാഡുകളാണ്. അതായത് ജോയ്സ്റ്റിക്ക് കൂടാതെ ഗെയിം കളിക്കുന്ന സമയത്ത് നാവിഗേറ്റ് ചെയ്യാനും സ്ക്രീനിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെയുള്ള കുറെ ഡിവൈസുകൾ ഉണ്ട്. ഒത്തിരി ഉണ്ട്. ജോയ്സ്റ്റിക്ക് അതിലൊരെണ്ണമാണ്. അങ്ങനെ വീഡിയോ ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അതിനെ ഗെയിം പാഡ് എന്ന് വിളിക്കും. അവിടെയും നമ്മൾ കമ്പ്യൂട്ടറിന് അകത്തേക്കാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ഇൻപുട്ട് ഡിവൈസിന്റെ കൂടിയാണ് വരിക. പിന്നെ ഡിജിറ്റൽ ക്യാമറകൾ. ഡിജിറ്റൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. ഇപ്പോഴത്തെ ക്യാമറകളൊക്കെ കമ്പ്യൂട്ടറിലേക്ക് ഡയറക്ട്ലി കണക്ട് ചെയ്യുന്ന ക്യാമറകളാണ്. സോ ഡിജിറ്റൽ ക്യാമറകളെയും നമുക്ക് ഇൻപുട്ട് ഡിവൈസുകൾ എന്ന് വിളിക്കാം. പിന്നെ ഉള്ളത് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ആണ്. OMR എന്ന് വിളിക്കും. നമ്മള് സെറ്റ് എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത്, PSC എഴുതുന്ന സമയത്തൊക്കെ നിങ്ങൾ ചെയ്യുന്നത് OMR കറപ്പിക്കലാണ്. OMR കറപ്പിക്കുന്നത് ഒരു പ്രിന്റർ പോലത്തെ ഒരു സാധനത്തിന്റെ അകത്തേക്ക് കറപ്പിച്ച ഷീറ്റ് ഇട്ട് കൊടുക്കുന്നു, അത് റീഡ് ചെയ്യുന്നു. ഓക്കെ, കറപ്പിച്ച റൗണ്ട്സ് മാത്രം റീഡ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ മാർക്ക് റീഡറുകളുണ്ട്. പ്രീ പ്രിന്റഡ് മാർക്സ്, അതായത് പേപ്പറിനകത്തുള്ള മാർക്സ് റീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എസ്പെഷ്യലി മൾട്ടിപ്പിൾ ചോയ്സ് MCQ ചോദ്യങ്ങൾക്കൊക്കെ ആണ് ഈ ഒപ്റ്റിക്കൽ റീഡർ ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഉള്ളത് MICR ആണ്.
മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ എന്ന് വിളിക്കും. നമ്മൾ ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെക്ക് പ്രിന്റ് ചെയ്ത് തരുന്നതൊക്കെ ഈ MICRലൂടെയാണ്. ഓക്കെ, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ മെഷീൻ ഉപയോഗിച്ച് ക്യാരക്ടർ റീഡർ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യപ്പെടുന്നത്, അതില് പ്രിന്റിംഗ് ആസ്പെക്ട്, റീഡിംഗ് ആസ്പെക്ട്, പ്രിന്റ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ആയിട്ട് മാറും. ഇത്തരം സാധനങ്ങൾ റീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന MICR ടെക്നോളജി ഉണ്ട്. അതിനെയും ഇൻപുട്ട് ഡിവൈസുകൾ എന്നാണ്, അങ്ങോട്ട് ഡാറ്റ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ മേജർ ആയിട്ട് അങ്ങോട്ട് കമ്പ്യൂട്ടറിന് ഡാറ്റ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അത് എന്തിനു വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ള ഓർമ്മ ഉണ്ടായാൽ മതി. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാം, ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ എന്നുള്ളത്. ഇത്രയും സാധനങ്ങൾ ഇൻപുട്ടിനകത്ത് വരുന്നതാണ് എന്നുള്ളത് ഓർമ്മയുണ്ടാവുക. ഓക്കെ ആണോ? യെസ്, ഓക്കെ. അടുത്തത് ഔട്ട്പുട്ട് ഡിവൈസിലേക്കാണ്. ഔട്ട്പുട്ട് ഡിവൈസുകളിലേക്ക് വരുന്ന സമയത്ത്, ഓക്കെ, ഔട്ട്പുട്ട് ഡിവൈസുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് ഡാറ്റ കിട്ടുന്നതാണ്. വി റിസീവ് ഡാറ്റ ഫ്രം ദ കമ്പ്യൂട്ടർ. പ്രോസസ്ഡ് ഡാറ്റ നമ്മൾ അങ്ങോട്ട് കൊടുത്ത ഇൻസ്ട്രക്ഷൻ പ്രകാരം പ്രോസസ്സ് ചെയ്ത, അതിനനുസരിച്ച് പ്രോസസ്സ് ചെയ്ത ഡാറ്റയെ ഇങ്ങോട്ട് തരുന്ന കമ്പ്യൂട്ടറിന്റെ എല്ലാ ഡിവൈസുകളെയും നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന് വിളിക്കാമെന്നുള്ളതാണ്. ഓക്കെ, കമ്പ്യൂട്ടറിൽ നിന്നുള്ള റിസൾട്ട് നമ്മുടെ കയ്യിൽ എത്തിച്ചേരുന്ന ഡിവൈസുകൾ. അതിൽ ഏറ്റവും വലിയ ഘടകം മോണിറ്റർ ആണ്. നമ്മൾ കാണുന്നു, സ്ക്രീനിലൂടെ കാണുന്നു എന്നുള്ളത്. അത് ഡിസ്പ്ലേ സ്ക്രീനുകളാവാം, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റുകളാകാം, LED LCD മോണിറ്ററുകളാവാം. എന്തായാലും ഒരു വിഷ്വൽ ഔട്ട്പുട്ട് ആയിട്ട്, അത് ടെക്സ്റ്റ് ആയിട്ടോ ഇമേജസ് ആയിട്ടോ വീഡിയോ ആയിട്ടോ ഒരു വിഷ്വൽ കോണ്ടന്റ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന മോണിറ്റർ എപ്പോഴും എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസ് ആയിരിക്കും. പിന്നെ പ്രിന്ററുകൾ, എല്ലാ ടൈപ്പ് പ്രിന്ററുകളും എന്തിന്റെ കീഴിലാണ് വരുന്നത്, എല്ലാ പ്രിന്ററുകളും ഔട്ട്പുട്ട് ആണ്, ഇങ്ങോട്ടാണ് തരുന്നത്. പ്രിന്ററിലൂടെ നമുക്ക് ഇങ്ങോട്ടാണ് കിട്ടുന്നത്. അതിൽ തന്നെ ഇങ്ക്ജെറ്റ് പ്രിന്റർ ഉണ്ട്, ലേസർ പ്രിന്റർ ഉണ്ട്, ഡോട്ട് മാട്രിക്സ് പ്രിന്റർ ഉണ്ട്, 3D പ്രിന്റർ ഉണ്ട്. അതിൽ ഇങ്ക്ജെറ്റ് പ്രിന്റർ എന്ന ഈ ടൈപ്പ്, കാനന്റെ ഒക്കെ ഈ ടൈപ്പ് പ്രിന്ററുകൾ ഉണ്ടല്ലോ, അതായത് ഇങ്ക് നിറച്ചിട്ട് എന്താ പറയുക, ജസ്റ്റ് പ്രിന്റ് കൊടുക്കുന്നു. ഓൾറെഡി അതിൽ കളർ ഇങ്ക് ഒക്കെ ഉണ്ടാവും, ചിലത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഡിപ്പെൻസ് ആണ്, അത് പല മോഡൽ അനുസരിച്ചിരിക്കും. അതിൽ ഇങ്ക് ഫില്ല് ചെയ്തിട്ടുള്ള പ്രിന്ററുകളായിരിക്കും. അതിലൂടെ മറ്റേ വളരെ സ്പീഡി ആയിട്ട് എന്ത് ചെയ്യും, അതിലൂടെ പ്രിന്റ്, കുറച്ചുകൂടി ഹൈടെക് ടെക്നോളജിയുടെ ഭാഗമാണ് ഇങ്ക്ജെറ്റ് പ്രിന്ററുകൾ. പിന്നെ ലേസർ പ്രിന്റർ, നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഷോപ്പിൽ കാണുന്ന പച്ച ലൈറ്റ് ഉള്ളിൽ കൂടെ മൂവ് ചെയ്യുന്ന ഒരു വലിയ പെട്ടി പോലത്തെ സാധനം കണ്ടിട്ടില്ല, അവർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തരുന്ന ആ സാധനം, അത് ലേസർ, അതായത് ലേസർ ടെക്നോളജി ഉപയോഗിച്ച് പ്രിന്റ് എടുക്കുന്ന സംവിധാനങ്ങളെ ലേസർ പ്രിന്ററുകൾ എന്ന് വിളിക്കാം. പിന്നെ ഉള്ളത് ഡോട്ട് മാട്രിക്സ് പ്രിന്ററുകളാണ്. മാവേലി സ്റ്റോറിലൊക്കെയാണ് റീസെന്റ് ആയിട്ട് ഇത്തരം പ്രിന്ററുകളെ കണ്ടിട്ടുള്ളത്. കടകട സൗണ്ട് തന്നെ, രണ്ടറ്റത്തും തുളയുള്ള പേപ്പറിന്റെ അകത്തൂടെ ഇങ്ങനെ കുത്തിട്ട മാതിരി പ്രിന്റ് വരുന്ന പ്രിന്ററുകൾ ഉണ്ടല്ലോ, അതിനാണ് ഡോട്ടുകളായിട്ടായിരിക്കും അതിൽ പ്രിന്റിങ് വന്നിട്ടുണ്ടാവുക. ഡോട്ട് മാട്രിക്സ് പ്രിന്ററുകൾ എന്ന് നമുക്ക് പറയാം. പിന്നെ 3D പ്രിന്ററുകളാണ്, അതായത് 3D ഒബ്ജക്റ്റുകൾ പ്രിന്റ് ചെയ്യുക. അത് നമ്മളെ നാട്ടിൻപുറത്തൊന്നും അതിങ്ങനെ കാണില്ല. ഇതാണ് ആ 3D പ്രിന്റിംഗ് മെഷീൻ എന്ന് പറയുന്നത്. 3D ആയിട്ട് ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു സാധനത്തിന് അത് തന്നെയാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ ആ സാധനത്തിന് ഉണ്ടാക്കിയെടുക്കാം, മോൾഡ് ചെയ്തെടുക്കുന്ന പ്രിന്ററുകളെ 3D പ്രിന്ററുകൾ എന്ന് വിളിക്കാം. ഈ പ്രിന്ററുകളൊക്കെയും ഔട്ട്പുട്ട് ആണ്. പിന്നെ സ്പീക്കറുകൾ, ഓഡിയോ ഔട്ട്പുട്ട് ആയിട്ട് പുറത്തേക്ക് തരുന്ന സ്പീക്കറുകൾ എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. ഹെഡ്ഫോൺ, ഇയർഫോൺ ഒക്കെ ഇങ്ങോട്ട് അതിനകത്തുള്ള ഡാറ്റ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട്, ഒരു ഓഡിയോ തന്നെ നമ്മുടെ ചെവിയിലേക്ക് എത്തിക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്, ഹെഡ്ഫോണോ ഇയർഫോണോ ഒക്കെ. അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് വിളിക്കാം. പിന്നെ പ്രൊജക്ടറുകൾ, നമ്മൾ സ്ക്രീനിൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന പ്രൊജക്ടറുകൾ ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. പിന്നെ പ്ലോട്ടർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അത് ഹൈ ക്വാളിറ്റി ഉള്ള ഗ്രാഫിക് ഇമേജുകൾ, വലിയ, നമ്മൾ സാധാരണ A4 ഷീറ്റ് പ്രിന്റിംഗ് അല്ല, ഇപ്പം എന്തെങ്കിലും വീടുണ്ടാക്കുന്നതിന്റെ ബ്ലൂ പ്രിന്റ്, അല്ലെങ്കിൽ എന്തിനെങ്കിലും എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ്, അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര വലിയ ഷീറ്റിനകത്ത് എടുക്കേണ്ട ഹൈ ക്വാളിറ്റി ഗ്രാഫിക് കോണ്ടന്റ് ഉള്ള സാധനങ്ങൾ പ്രിന്റ് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിന്ററിന്റെ പേരാണ് പ്ലോട്ടർ. പ്ലോട്ടർ ഒക്കെ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കാറുള്ള ഒരു സാധനമാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. പിന്നെ ബ്രെയിലി ഡിസ്പ്ലേ ഉണ്ട്, ബ്രെയിലി ഡിസ്പ്ലേ അല്ലെങ്കിൽ എംബോസർ എന്ന് പറയും. അത് നമ്മൾ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് ബ്രെയിലി ലിപിയിലായിരിക്കും കാര്യങ്ങൾ അവർ പ്രിന്റ് ചെയ്ത് വരേണ്ടി വരിക. അങ്ങനെ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ബ്രെയിലി ടെക്സ്റ്റ് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ്, പ്രിന്റ് ചെയ്യുന്ന പ്രിന്ററുകൾ ഉണ്ട്, അതിനാണ് ബ്രെയിലി ഡിസ്പ്ലേ അല്ലെങ്കിൽ എംബോസർ എന്ന് വിളിക്കുക. അതും ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പിന്നെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഡിവൈസുകൾ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അത് നമ്മുടെ എന്താ പറയുക, സെൻസേഷൻസിനെ ടാക്ടൈൽ ചെയ്യുന്ന ഡിവൈസുകൾ. അത് ഗെയിം ഒക്കെ കളിക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക്
ഒരു സാധനം ഉപയോഗിച്ച് എന്റെ എസ്പെഷ്യലി ഫോൺ പോലെ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ച് എന്റെ ഫീഡ്ബാക്കുകൾ കൊടുക്കേണ്ടി വരുന്ന സമയത്തൊക്കെ നമ്മൾ അതിനെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത് എന്നുള്ളതിന്റെ ബേസ് നമുക്ക് അതിന് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇങ്ങോട്ട് തരുന്ന രീതിയിലുള്ള ഒരു വി ആർ ടെക്നോളജി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അതിന് ആ ഒരു സിസ്റ്റത്തിന്റെ അകത്തുനിന്ന് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെ അകത്തുനിന്ന് ഒരു ഹാപ്റ്റിക് ഡിവൈസുകളിലൂടെ ഒരു ഇൻഫർമേഷൻ വരികയാണെങ്കിൽ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീൽ തന്നെ കിട്ടും എന്ന് പറയുന്ന സാധനം, ഒരു സെൻസേഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുക, നമുക്കത് ഫീൽ ചെയ്യാണ് നമുക്ക് തന്നെ തോന്നും. അത്തരം ഡിവൈസുകളെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഡിവൈസുകൾ എന്നാണ് വിളിക്കുക. അപ്പം മേജർ ആയിട്ട് ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസുകൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതാണ്. മറന്നുപോവോ? ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒന്നും കൂടെ. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻസേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ, ഓക്കെ, നമ്മുടെ ഉള്ളിൽ ഒരു ഇമോഷൻ ഇവോക്ക് ചെയ്യുന്ന രീതിയിൽ, നമ്മളെ എംബ്രേസ് ചെയ്യുന്ന രീതിയിൽ, നമ്മളെ വൈബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ കമ്പ്യൂട്ടറിന്റെ അകത്തുള്ളൊരു പ്രോഗ്രാം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അതായത് ഇപ്പൊ സപ്പോസ് ഒരു ഉപകരണം ഉപയോഗിക്കുന്നതിന്റെ ഫീഡ്ബാക്ക്, നമ്മളത് ഉപയോഗിച്ചിട്ടില്ല പക്ഷെ നമുക്കത് ഉപയോഗിച്ച ഫീലിംഗ് കിട്ടണം എന്നുള്ളൊരു സാധനം വരികയാണെങ്കിൽ കമ്പ്യൂട്ടർ ഇങ്ങോട്ട് എന്ത് ചെയ്യും, നമ്മളത് ഉപയോഗിച്ചതുപോലൊരു ഫീല് തരുന്ന വി ആർ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള, നമ്മളിപ്പോ ബഹിരാകാശത്തെ എക്സ്പീരിയൻസ് ചെയ്യും, ബഹിരാകാശത്ത് പോകണമെന്നൊന്നും ഇല്ലല്ലോ, വി ആർ ടെക്നോളജി വെച്ച് നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തൂടെ. അത്തരം സാധനങ്ങൾ തരാണെങ്കിൽ അതിനെ വിളിക്കാം, അത്തരം ഡിവൈസുകളെ നമുക്ക് എന്ത് വിളിക്കാം, ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഡിവൈസുകൾ എന്ന് വിളിക്കാം. ക്ലിയർ? ഇനി ചില ഡിവൈസുകൾ ഉണ്ട്, അതൊരു പുതിയ ടോപ്പിക്കാണ്. മുമ്പ് നമ്മൾ പഴയ സിലബസിന്റെ കൂടെ ഇരുന്നവരൊന്നും ചിലപ്പം ഈ ഒരു കാറ്റഗറി പഠിച്ചിട്ടുണ്ടാവില്ല, പുതിയൊരു സാധനമാണ്. അതായത് ചില ഡിവൈസുകൾ ഇൻപുട്ടായും ഔട്ട്പുട്ടായും ഉപയോഗിക്കും. ഓക്കെ, ഇൻപുട്ട് ഡിവൈസ് മാത്രമല്ലാതെ ഔട്ട്പുട്ട് ഡിവൈസ് മാത്രമല്ലാതെ രണ്ട് കാറ്റഗറിയിലും രണ്ട് പ്രോസസ്സിലും രണ്ടായിട്ട് ഉപയോഗിക്കാറില്ല. അതിന് ചിലപ്പോൾ നിങ്ങൾ ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുന്നത് കാണാം, ചില സമയത്ത് നിങ്ങൾക്ക് അതിന് ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കാണാം. രണ്ടിലും ഉപയോഗിക്കുന്ന, റിസീവ് ചെയ്യാനും ഡാറ്റ സെൻഡ് ചെയ്യാനും രണ്ട് പ്രോസസ്സിനും ഉപയോഗിക്കുന്ന ചില ഡിവൈസുകളുണ്ട്. അതിന് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഉപയോഗിക്കുന്ന ഡിവൈസുകൾ എന്നാണ് വിളിക്കുക. അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അതിലാണ് നമ്മൾ ടച്ച് സ്ക്രീന്, ഹെഡ്സെറ്റ്, മോഡം, NIC കാർഡുകള്, USB ഡ്രൈവുകള്, CD ഡ്രൈവുകള്, മൾട്ടി ഫംഗ്ഷൻ പ്രിന്ററുകളൊക്കെ പറയാറുള്ളത്. അപ്പൊ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രീനിലൂടെ, അപ്പം നിങ്ങളിപ്പോ കാണുന്നത് കണ്ടോ, ഈ റെഡ് പോയിന്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്, ഞാൻ ടച്ച് പാഡിൽ ടച്ച് സ്ക്രീനിൽ ഇങ്ങനെ തൊട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എഴുതുന്നതൊക്കെ ഞാൻ എന്റെ ടച്ച് സ്ക്രീൻ കൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വരയ്ക്കണെന്ന് പറയുന്നത്. ടച്ച് സ്ക്രീൻ എന്ന് പറയുന്ന സാധനം നമ്മൾ അങ്ങോട്ട് ടച്ച് ചെയ്തിട്ട് ഇൻപുട്ട് ഡാറ്റ കൊടുക്കുകയും ചെയ്യാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞാൻ ഈ ടച്ച് ചെയ്യണ ഈ സ്ക്രീനിൽ തന്നെയാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്ക്രീൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വിഷ്വൽ ഔട്ട്പുട്ട് തരാനും, വിഷ്വൽ ഔട്ട്പുട്ട് തരാനും അതേസമയം അതേ സ്ക്രീനിൽ നമുക്ക് ഇങ്ങനെ എഴുതിയിട്ടോ തൊട്ടിട്ടോ ഒരു ഇൻസ്ട്രക്ഷൻ അങ്ങോട്ട് കമ്പ്യൂട്ടറിന് കൊടുക്കാനും പറ്റും. പൊതുവെ സ്മാർട്ട് ഫോണുകളില്, ടാബ്ലറ്റുകളില്, ചില ലേറ്റസ്റ്റ് ലാപ്ടോപ്പുകളില് അത്തരം ഇന്ററാക്റ്റീവ് ATM ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത്, ATM ഒക്കെ ഇപ്പം അധികം ടച്ച് സ്ക്രീനുകളാണ്. അപ്പം ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് ഇങ്ങോട്ട് കാണാനും അങ്ങോട്ട് ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കാനും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പൊ രണ്ട് സ്ഥലത്തും നമുക്ക് എവിടെ എന്തിനെ കാണാം, ടച്ച് സ്ക്രീനിനെ കാണാം. അതേപോലെ ഹെഡ്സെറ്റ്, നമ്മൾ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാനുള്ള ഹെഡ്സെറ്റുകൾ ആലോചിച്ച് നോക്കുക. അതിന് സ്പീക്കറും ഉണ്ട്, മൈക്കും ഉണ്ട്, അല്ലെ? സ്പീക്കറിലൂടെ നമ്മൾ കേൾക്കുന്നത്, ദെൻ അതേ ഹെഡ്സെറ്റിലൂടെ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മൈക്കും അതിൽ ഇൻബിൽട്ട് ആണ്. അത്തരം സാധനങ്ങളും ഹെഡ്സെറ്റുകളും എന്താണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന്റെ രണ്ടിനും ഉപയോഗിക്കുന്ന ഡിവൈസിന്റെ കാറ്റഗറിയിലാണ് വരിക. പിന്നെ നമ്മളെ മോഡം, നമ്മള് ഡാറ്റ റൂട്ടറുകൾ ഉണ്ടല്ലോ, വൈഫൈ റൂട്ടറുകൾ അല്ലെങ്കിൽ വൈഫൈ മോഡംസ് എന്ന് പറയുന്നത്. അവിടെ സംഭവിക്കുന്നത് എന്താ, നമ്മുടെ സർവീസ് പ്രൊവൈഡർ, ഇപ്പൊ ജിയോന്റെ റൂട്ടർ ഉണ്ടെങ്കിൽ, ജിയോന്റെ മോഡം ഉണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താ, നമ്മൾ പൈസ അടച്ചിട്ട് ബില്ല് അടച്ചിട്ട് ജിയോ നമുക്ക് എന്ത് ചെയ്യുന്നു, നെറ്റ്വർക്ക് തരുന്നു. ആ നെറ്റ്വർക്ക് നമ്മൾ റിസീവ് ചെയ്യുന്നത് ഇതിലെയാണ്, റിസീവ് ചെയ്യുന്നത് ഈ മോഡം ത്രൂ ആണ്. അതേസമയം നമ്മൾ ഇന്റർനെറ്റ് ത്രൂ നമ്മൾ എന്തെങ്കിലും അയക്കുമ്പോഴും പോണത് എങ്ങോട്ടാണ്, മോഡം ത്രൂ ആണ്. മോഡം കണക്റ്റഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഇന്റർനെറ്റ് റിസീവ് ചെയ്യാനും അതേപോലെ കണക്ട് ചെയ്യാനും പറ്റുന്നത്. അപ്പൊ മോഡത്തിനെ നമുക്ക് ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് വിളിക്കേണ്ട ഒരു തരം ഡിവൈസ് ആണ്. പിന്നെ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡുകൾ ഉണ്ട്, NIC എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനെ ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് ഡാറ്റയെ സെൻഡ് ചെയ്യാനും ഡാറ്റയെ റിസീവ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഇന്റർഫേസ് കാർഡുകളാണ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡുകൾ. അത് ഒരേ സമയം ഇൻപുട്ട് ഡിവൈസിന്റെ പരിപാടി എടുക്കും, ഔട്ട്പുട്ട് ഡിവൈസിന്റെ പരിപാടി എടുക്കും. USB ഡ്രൈവുകളും അങ്ങനെയാണ്. USB ഡ്രൈവില് ഫ്ലാഷ് ഡ്രൈവ് വരും, പെൻ ഡ്രൈവ്, ഇതൊക്കെ അതിൽ പെടുന്ന സാധനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ USB ഡ്രൈവിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ആൻഡ് അറ്റ് ദ സെയിം ടൈം അതിലുള്ള സാധനം നമുക്ക് വായിക്കാനും പറ്റും.
അപ്പൊ സ്റ്റോർ ചെയ്യാനും പറ്റും, ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. അപ്പൊ അങ്ങോട്ടും കയറ്റി കൊടുക്കാനും തിരിച്ച് ഇങ്ങോട്ട് റീഡ് ചെയ്യാനും പറ്റുന്ന ഔട്ട്പുട്ടും ഇൻപുട്ടും ഒരേപോലെ സാധ്യമായ സാധനങ്ങളാണ് എന്ത് USB ഡ്രൈവുകൾ എന്ന് പറയുന്നത്. പിന്നെ CD, DVD, ബ്ലൂറേ ഡ്രൈവുകളൊക്കെ ഇതേ പരിപാടി തന്നെയാണ്. അങ്ങോട്ട് നമുക്ക് ഡാറ്റ ആഡ് ചെയ്ത് കൊടുക്കാം, ദാറ്റ് ഇസ് ഇൻപുട്ട് ഡിവൈസിന്റെ പരിപാടി. തിരിച്ചിങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണാനും കേൾക്കാനും റീഡ് ചെയ്യാനും പറ്റുന്നുണ്ട് അതിലുള്ള ഡാറ്റ, ദാറ്റ് ഇസ് ഔട്ട്പുട്ട് ഡിവൈസിന്റെ പരിപാടി എടുക്കുന്നു. അപ്പൊ CD ഡ്രൈവുകളെ നമുക്ക് എന്ത് വിളിക്കാം, രണ്ട് പരിപാടി എടുക്കുന്നതാണെന്ന് വിളിക്കാം. പിന്നെ മൾട്ടി ഫംഗ്ഷൻ പ്രിന്ററുകൾ ഉണ്ട്. അതായത് പ്രിന്റിംഗ് ഫംഗ്ഷൻ മാത്രമല്ലാതെ മറ്റ് സ്കാൻ ചെയ്യാനും കോപ്പി ചെയ്യാനും ഫാക്സ് അയക്കാനും എല്ലാ ഫംഗ്ഷനിങ്ങും ഒരുപോലെ എല്ലാം സാധ്യമായ ഓൾ ഇൻ വൺ പ്രിന്ററുകൾ ഉണ്ട്. അത്തരം പ്രിന്ററുകൾ ഈ പറഞ്ഞ പോലെ ഔട്ട്പുട്ട് ഡിവൈസ് മാത്രമല്ല ഇൻപുട്ട് പരിപാടികളും സ്കാനിങ് പരിപാടികളും ഒക്കെ അതിൽ ഇൻബിൽട്ട് ആയിരിക്കും. അത്തരം മൾട്ടി ഫംഗ്ഷൻ പ്രിന്ററുകളും ഈ പറഞ്ഞ പോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് രണ്ടും കൂടി ഹാൻഡിൽ ചെയ്യുന്ന ഡിവൈസുകളായിട്ടാണ് നമ്മൾ പറയാം. ഹിയർ ഈ NIC കമ്പ്യൂട്ടറിന്റെ അകത്തുള്ളതോ? നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡുകൾ കമ്പ്യൂട്ടറിനകത്തുള്ളതാണ്. അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഹിസ്റ്ററിയാണ്. ഓക്കെ, മൂവ് ഓൺ. താങ്ക് യു. ഈ കമ്പ്യൂട്ടറിന്റെ ഹിസ്റ്ററിയാണ്. കമ്പ്യൂട്ടറിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും ഈ അടുത്ത കാലത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ 2 എക്സാമിലൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ എന്ന് വിചാരിച്ച ആ ടോപ്പിക്കിനെ പൂർണ്ണമായും NTA ഒഴിവാക്കിയിട്ടുമില്ല. ഇപ്പൊ നമ്മൾ പഠിച്ചേ തീരൂ പഠിക്കേണ്ട ടോപ്പിക്കാണ്. അപ്പൊ കമ്പ്യൂട്ടറിന്റെ ഒരു ഹിസ്റ്ററി പറയുന്ന സമയത്ത്, കമ്പ്യൂട്ടർ ഉണ്ടായതിനെ കുറിച്ച് പറയുന്ന സമയത്ത്, കമ്പ്യൂട്ടിംഗ് ടെക്നോളജി ഉണ്ടായതിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഏറ്റവും പ്രിമച്വർ ആയിട്ടുള്ള രൂപം മുതൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഘട്ടത്തിൽ AI ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. റോബോട്ടിക്സ് ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തെത്തുമ്പോ ഇവിടെ എത്തുന്നതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറിന്റെ ലോകം എന്ന് പറയുന്നത് ഭയങ്കര പ്രിമച്വർ ആയിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. ഓക്കെ, അപ്പൊ അവിടെ പ്രീ കമ്പ്യൂട്ടർ എറ എന്നാണ് പറയാ. അതായത് കമ്പ്യൂട്ടർ എന്നതിന് പേര് പോലും കിട്ടിയിട്ടില്ല. കമ്പ്യൂട്ടറിനൊക്കെ ആ സാധനത്തിന് പേര് പോലും കിട്ടുന്നത് പിന്നീടാണ്. കാൽക്കുലേറ്റിംഗ് ഡിവൈസ് എന്നാണ് അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കമ്പ്യൂട്ടേഷൻ ചെയ്യുന്ന കാൽക്കുലേറ്റിംഗ് ഡിവൈസുകൾ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പ്രീ കമ്പ്യൂട്ടർ, അതായത് കമ്പ്യൂട്ടർ എന്നുള്ള നാമകരണം അതിനുണ്ടാവുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെയാണ് നമുക്ക് അബാക്കസ് ഉണ്ടായിരുന്നത്, നാപ്പിയർ ബോൺസ് ഉണ്ടായിരുന്നത്, സ്ലൈഡ് റൂൾ ഉണ്ടായിരുന്നത്, പാസ്കലിൻ കമ്പ്യൂട്ടറുകൾ ഉണ്ടായിരുന്നത്, സ്റ്റെപ്പേർഡ് റെക്കണർ ഉണ്ടായിരുന്നത്. ഇതിൽ പണ്ട് പാസ്കലിനെ മാത്രമേ ചോദിച്ചു കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, അബാക്കസ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതും കൂടി ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ബിഫോർ ക്രിസ്തു വർഷത്തിന് മുമ്പുള്ള ചരിത്രമാണ് പ്രീ കമ്പ്യൂട്ടറിന്റെ ഒക്കെ കാലഘട്ടം എന്ന് പറയുന്നത്. അതിൽ അബാക്കസ് ആണ് ഏറ്റവും, അതായത് നമുക്ക് ലഭ്യമായ ഹിസ്റ്ററി വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യമ രൂപത്തിലുള്ള കാൽക്കുലേറ്റിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബാക്കസ് ആണ്. പക്ഷെ അബാക്കസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് വെക്കേണ്ട സാധനമാണ്. അബാക്കസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിഷനും സബ്ട്രാക്ഷനും മാത്രമേ അതുകൊണ്ട് പറ്റുള്ളൂ. വേറൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനും അബാക്കസ് കൊണ്ട് പറ്റില്ല. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ പറ്റില്ല, ഡിവിഷൻ പറ്റില്ല, മറ്റൊരു സാധനവും പറ്റില്ല. അഡിഷനും സബ്ട്രാക്ഷനും മാത്രം ചെയ്യാൻ ഉതകുന്ന കാൽക്കുലേറ്റിംഗ് ഡിവൈസുകൾ ആദ്യത്തെ കമ്പ്യൂട്ടർ ഡിവൈസ് ആയിരുന്നു അബാക്കസ് എന്ന് പറയുന്നത്. പിന്നീട് നാപ്പിയേഴ്സ് ബോൺസ് വരുന്നു. നാപ്പിയർ ബോൺസ് ജോൺ നാപ്പിയർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇൻവെന്റ് ചെയ്യുന്നത്. ദിസ് റോഡ്സ് വെർ യൂസ്ഡ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അതായത് അബാക്കസ് അഡിഷനും സബ്ട്രാക്ഷനും വേണ്ടി മാത്രമായപ്പം ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യാൻ എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ. അങ്ങനെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ജോൺ നാപ്പിയേഴ്സ് ബോൺസ് എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് കണ്ടുപിടിക്കുന്നത്. അതിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മാത്രമേ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പൊ അഡീഷനും സബ്ട്രാക്ഷനും അബാക്കസിലും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യാൻ നാപ്പിയേഴ്സ് ബോൺസും ഉണ്ടാവുന്നു. പിന്നീട് 1622 സ്ലൈഡ് റൂൾ ഉണ്ടാവുന്നു. അത് വില്യം ഓട്രഡ് ആണ് എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ലോഗരിതം കാൽക്കുലേഷൻസും ട്രിഗണോമെട്രിക് കാൽക്കുലേഷൻസും ചെയ്യാമായിരുന്നു. ഓക്കെ, ഈ 4 സാധ്യമായ സ്ലൈഡ് റൂൾ കമ്പ്യൂട്ടേഷണൽ ഡിവൈസ് കണ്ടുപിടിക്കുന്നത്, കമ്പ്യൂട്ടേഷൻ ഡിവൈസ് എന്നതിന് പേര് കിട്ടിയിട്ടില്ല, കാൽക്കുലേറ്റിംഗ് ഡിവൈസ് കണ്ടുപിടിക്കുന്നത് വില്യം ഓട്രഡ് ആണ്. അതിനും 20 വർഷങ്ങൾക്ക് ശേഷം 1642 ബ്ലെയ്സ് പാസ്കൽ എന്ത് ചെയ്യുന്നത്, പാസ്കലീൻ മെഷീൻ കണ്ടുപിടിക്കുന്നത്. അതാണ് ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, കാരണം അതിന് മുമ്പുണ്ടായിരുന്ന 3 ചെറിയ ചില മാനിപ്പുലേഷൻസ് മാത്രമേ, മാത്തമാറ്റിക്കൽ അൽഗോരിതംസ് മാത്രമേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. പാസ്കലിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ആയിട്ട് അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ പെർഫോം ചെയ്യാൻ പറ്റുന്ന, എല്ലാം എന്നല്ല, അഡീഷനും സബ്ട്രാക്ഷനും മാത്രം പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് ദ ഫസ്റ്റ് മെക്കാനിക്കൽ ഡിവൈസ് ആയിട്ട് പാസ്കലിൻ വരികയാണ്.
പിന്നീട് 1672 ഗോഡ്ഫ്രൈഡ് വിൽഹെം ലെബിനിസ് എന്ത് ചെയ്യാണ്, സ്റ്റെപ്പേർഡ് റെക്കണർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് കണ്ടുപിടിക്കുകയാണ്. അത് പാസ്കലിന്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷൻ ആയിരുന്നു. കാരണം പാസ്കലിൻ അഡീഷനും സബ്ട്രാക്ഷനും മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ആയിരുന്നെങ്കിൽ, അതായത് അബാക്കസിൽ നിന്നും അബാക്കസും പാസ്കലിനും ഒരേ പണി എടുക്കുന്നത്, അഡീഷനും സബ്ട്രാക്ഷനും. പക്ഷെ അബാക്കസ് കുറച്ചുകൂടി മാനുവലി ചെയ്യുന്ന പരിപാടി ആയിരുന്നെങ്കിൽ പാസ്കലിൻ മെക്കാനിക്കൽ ആയിരുന്നു, ഫുള്ളി മെക്കാനിക്കൽ ആയിരുന്നു. സ്റ്റെപ്പേർഡ് റെക്കണർ വന്ന സമയത്ത് അത് പാസ്കലിന്റെ അഡ്വാൻസ്ഡ് ആയിട്ട്, അതായത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ആയിട്ട് സ്റ്റെപ്പേർഡ് റെക്കണർ വരികയാണ്. അതാണ് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ടേമും കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആശയവും ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പുള്ളൊരു കമ്പ്യൂട്ടർ ഹിസ്റ്ററി, കാൽക്കുലേറ്റിംഗ് ഡിവൈസിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ പ്രീ കമ്പ്യൂട്ടർ എറ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പീഡ് കുറയ്ക്കണോ? ഓക്കെ, കുറയ്ക്കാം. ഓക്കെ, പ്രീ കമ്പ്യൂട്ടർ എറയ്ക്ക് ശേഷം, ഓക്കെ, അബാക്കസിന് ശേഷം നാപ്പിയർ, അതിനുശേഷം പ്രീ കമ്പ്യൂട്ടർ പ്രീ കമ്പ്യൂട്ടർ എറാന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആശയത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടം. അന്ന് മനുഷ്യന്മാർ കണക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ കണക്ക് കൂട്ടാൻ മാനുവലി എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു മെഷീൻ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയ സമയത്താണ് മനുഷ്യന്മാർ കണക്ക് കൂട്ടാൻ മെഷീൻസ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആദ്യം കണ്ടുപിടിക്കുന്നത് അബാക്കസ് ആണ്. അത് ക്രിസ്തു വർഷത്തിനും മുമ്പാണ്, ബിഫോർ ക്രൈസ്റ്റ് ആണ്, BC-കളിലാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. പക്ഷെ അബാക്കസിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുത്തുകൊണ്ടുള്ള അതേ അബാക്കസ് തന്നെ, സെയിം അബാക്കസ്. നമ്മൾ പണ്ട് അബാക്കസ് എന്ന് പറഞ്ഞു പഠിച്ച സാധനം എന്താണോ, ദാറ്റ് ഇസ് ദ ബേസ് ഫോം ഓഫ് ദ കമ്പ്യൂട്ടർ. ഓക്കെ, അതേ അബാക്കസ് തന്നെ. ഓക്കെ, അവിടെ അഡിഷനും സബ്ട്രാക്ഷനും മാത്രം ചെയ്യാൻ പറ്റുന്ന അബാക്കസ് ആണ്. ഈ മുത്ത് വെച്ചുള്ള പരിപാടി നമ്മളാണ് ഉണ്ടാക്കിയത്, അവര് മുത്തൊന്നല്ല ഉപയോഗിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. ഇതന്നെ സാധനം. ഓക്കെ, അപ്പം അഡിഷനും സബ്ട്രാക്ഷനും ഉപയോഗിക്കുന്ന, അഡിഷനും സബ്ട്രാക്ഷനും വേണ്ടി മാത്രമുള്ള അബാക്കസ് കമ്പ്യൂട്ടർ എന്നുള്ള ടേമല്ല, കാൽക്കുലേറ്റിംഗ് ഡിവൈസ്. പക്ഷെ അഡീഷണൽ സബ്ട്രാക്ഷനും മാത്രം ചെയ്താൽ പോരാ എന്ന് തോന്നിയ കാലഘട്ടത്തിലാണ് മനുഷ്യന്മാർ കുറെ പരീക്ഷണങ്ങളൊക്കെ ചെയ്തിട്ട് 1617 നാപ്പിയർ ബോൺസ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കുന്നത് ജോൺ നാപ്പിയർ ആണ്. അതുകൊണ്ടാണ് അതിനെ നാപ്പിയേഴ്സ് ബോൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ ഒരു ഡിവൈസിനകത്ത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നീട് 1622 വില്യം ഓട്ടർഡ് എന്ന് പറയുന്ന മനുഷ്യൻ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ലോഗരിതം കാൽക്കുലേഷനും ട്രിഗണോമെട്രി കാൽക്കുലേഷനും അബാക്കസ് മാത്രമാണ് മുത്ത് ഉപയോഗിക്കാന്ന് പറയുന്ന സാധനം. മുത്ത് പിന്നീട് വന്നൊരു സാധനമാണ് അബാക്കസ്. അതായത് മുത്ത് ഉപയോഗിച്ച അബാക്കസിന്റെ ഫോമിലുള്ള അത് ഇന്ന് നമ്മൾ മുത്ത് ഉപയോഗിച്ച് ചെയ്യുന്ന അബാക്കസിന്റെ അതേ പരിപാടി ചെയ്യുന്ന, അന്ന് മുത്തല്ല, അതിന് വേറെ, ഞാൻ അതിന് ഫോട്ടോ കാണിച്ചു തരാം. അതിൽ മുത്തുകൊണ്ടുള്ള സാധനങ്ങൾ ഏറ്റവും പുതിയ കാലഘട്ടത്തിന്റെയാണ്. അതല്ലാതെ ആ ബ്ലാക്ക് കളറിലുള്ള ഒരു വിന്റേജ് ഫോട്ടോയിലുള്ള സാധനങ്ങൾ കണ്ടല്ലോ, അത് മുത്തല്ല സാധനം, കുറച്ചുകൂടി വലിപ്പമുള്ള സാധനമാണ്. അതാണ് ശരിക്ക് ആദ്യത്തെ അബാക്കസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഹിസ്റ്ററിയിലെ ആദ്യത്തെ ഫസ്റ്റ് കാൽക്കുലേറ്റർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, മുത്ത് പിന്നീട് നമ്മൾ അതിനെ ചെറുതാക്കി കൊണ്ടുവന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനമാണ്, പിന്നീട് മനുഷ്യന്മാർ ചെയ്തൊരു പരിപാടിയാണ്. പക്ഷെ മുത്ത് പോലൊരു സാധനം, പക്ഷെ കുറച്ചുകൂടി വലിപ്പമുള്ള സാധനമാണ്. നമ്മൾ കാണുന്ന ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള അബാക്കസ് ആയിരുന്നില്ല അന്ന് ഉണ്ടായിരുന്നത് എന്നുള്ള സാധനം ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ അബാക്കസ് അതാണ്. പക്ഷെ അതിനുശേഷം വന്ന പുള്ളിക്കാരൻ നാപ്പിയർ ബോൺസ് ഒന്നും നോട്ട് ലൈക്ക് അബാക്കസ് പോലെ അത് വേറെ തന്നെ സിസ്റ്റമാണ്. പിന്നെ സ്ലൈഡ് റൂൾ ഉണ്ടാവുന്നു. സ്ലൈഡ് റൂളിന്റെ അകത്ത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ലോഗരിതം ട്രിഗണോമെട്രി ഒക്കെ ചെയ്യാൻ പറ്റുന്ന സംവിധാനമായിരുന്നു. പാസ്കലിൻ മുതലാണ് എന്ത് ചെയ്യപ്പെടുന്നത്, ഒരു മെക്കാനിക്കൽ ഫോമിലേക്ക്, മെഷീൻ ഫോമിലേക്ക് കാൽക്കുലേഷൻ മാറുന്നത്. പക്ഷെ അപ്പോഴും പാസ്കലിൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതില് അപ്പൊ ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മാത്രം ചെയ്യുള്ളായിരുന്നു, അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യുമായിരുന്നില്ല? ചെയ്യില്ല. ഓൺലി യൂസ്ഡ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യാൻ അബാക്കസ് ഉണ്ടായിരുന്നു. മറ്റേത് ചെയ്യണം എന്നുള്ള ത്വരയിൽ നിന്നാണ് എന്ത് കണ്ടുപിടിക്കുന്നത്, നാപ്പിയർ ബോൺസ് കണ്ടുപിടിക്കുന്നത്. എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടേഷണൽ സംവിധാനം അല്ലെങ്കിൽ കാൽക്കുലേറ്റിംഗ് ഡിവൈസ് ആണ് അന്ന് കണ്ടെത്തിയിട്ടില്ല. അത് കണ്ടെത്തുമ്പോഴേക്കും നമ്മൾ കമ്പ്യൂട്ടർ ഡിവൈസ് ആക്കി മാറ്റിയിട്ടുണ്ട്. എല്ലാം ചെയ്യാൻ പറ്റുമ്പോൾ അത് കമ്പ്യൂട്ടർ ആയല്ലോ. എല്ലാം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനൊരു മാനുവൽ ഡിവൈസിനപ്പുറത്തേക്ക് അതൊരു മെക്കാനിക്കൽ ഡിവൈസ് ആയിട്ട് മാറി. അവിടെ എത്താൻ നമ്മൾ പിന്നെയും വർഷങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രീ കമ്പ്യൂട്ടർ ഏരിയയിൽ അങ്ങനെ എല്ലാ ഫംഗ്ഷനിങ്ങും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടായിട്ടില്ല. സ്ലൈഡ് റൂള് പോലും വന്ന സമയത്ത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ലോഗരിതം ട്രിഗണോമെട്രി മാത്രമേ പറ്റിയിട്ടുള്ളൂ. അഡീഷണൽ സബ്ട്രാക്ഷൻ അവിടെയും പോയി. ഓക്കെ, പിന്നീട് കാൽക്കുലേറ്റർ അല്ല, ഇന്ന് കാണുന്ന ഒരു മെക്കാനിക്സും ഇല്ല. മാനുവലി അവരുണ്ടാക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്ട്രക്ചർ, അബാക്കസ് പോലൊരു സ്ട്രക്ചർ, അബാക്കസ് ആവണമെന്ന് പോലും നിർബന്ധമില്ല, അബാക്കസ് പോലൊരു സ്ട്രക്ചർ. ഇപ്പം കൂട്ടാനും കുറയ്ക്കാനും കയ്യിൽ എഴുതി കൂട്ടുക എന്നുള്ളതിന് പകരം അവരൊരു ടെക്നോളജി എന്നും പറയാൻ പറ്റില്ല, ഒരു മാനുവൽ സംവിധാനം കണ്ടുപിടിക്കുന്നു എന്നേ പറയാൻ പറ്റൂ, ഒരു എളുപ്പത്തിന്. പക്ഷെ അവിടെയും ഒരുപാട് പണി അവരെടുക്കണം. അബാക്കസിൽ കൂട്ടാനും കുറയ്ക്കാനും എന്തോരം പണിയുണ്ട് നമുക്ക് തന്നെ അറിയാലോ.
പക്ഷെ അന്നുള്ളവർക്ക് അതൊരു എളുപ്പമായിരുന്നു. ഇന്ന് കമ്പ്യൂട്ടറും കാൽക്കുലേറ്ററും ഉള്ള നമുക്ക് ഇന്ന് അത് ടഫാണ്, അത്രേ ഉള്ളൂ. അവര് കയ്യും കാലും കാലിലെ വിരലും കയ്യിലെ വിരലും എടുത്ത് വെച്ച് കൂട്ടുന്നതിനേക്കാൾ എളുപ്പം വന്നവർക്ക് അബാക്കസ് ആയിരുന്നു. കാരണം അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി അബാക്കസ് ആയിരുന്നു. നാപ്പിയർ ബോൺസ് വന്നപ്പോൾ അതായിരുന്നു, സൈഡ് റൂൾ വന്നപ്പോൾ അതായിരുന്നു. പിന്നീട് പാസ്കലിൻ വന്നപ്പോഴാണ് മാനുവലിൽ നിന്ന് മാറി മെഷീൻ കൊണ്ടുള്ള കാൽക്കുലേഷൻസ് തുടങ്ങിയത്. അവിടെ പക്ഷേ അഡീഷനും സബ്ട്രാക്ഷനും മാത്രം ചെയ്യുന്ന മെഷീൻ മാത്രമായിരുന്നു അത്. കമ്പ്യൂട്ടറിന്റെ മുഴുവൻ ഫംഗ്ഷനിങ്ങിലേക്കും അത് വന്നിട്ടില്ല. ഈവൻ നമ്മുടെ കാൽക്കുലേറ്റിംഗ് ഫംഗ്ഷൻസ് മുഴുവൻ അത് ചെയ്തു തുടങ്ങിയിട്ടില്ല. സ്റ്റെപ്ഡ് റെക്കണർ കണ്ടുപിടിച്ച സമയത്തും അത് പാസ്കലിന്റെ ഒരു അഡ്വാൻസ്ഡ് ഇംപ്രൂവ്ഡ് വേർഷൻ മാത്രമായിരുന്നു. അവിടെയും അതിന് അഡിഷനും സ്റ്റെപ്ഡ് റെക്കണറിലേക്ക് വരുന്ന സമയത്ത് പാസ്കലിൻ ചെയ്ത പണീന്റെ കൂടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യാൻ ആർക്ക് പറ്റുമായിരുന്നു? സ്റ്റെപ്ഡ് റെക്കണർക്ക് പറ്റുമായിരുന്നു. കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും മാത്രമുള്ള ഡിവൈസ് മാത്രമായിട്ടാണ് പ്രീ കമ്പ്യൂട്ടർ ഏരിയയിലെ കാൽക്കുലേറ്റിംഗ് ഡിവൈസുകൾ ഉണ്ടായിരുന്നത്. ക്ലിയർ? അബാക്കസ് കണ്ടുപിടിച്ചത് ആരാണ്? അബാക്കസ് കണ്ടുപിടിച്ചത് നോക്കാം നമുക്ക്. ജോൺ ഹേക്കൽ അങ്ങനെ ഒരാളാണ്. അബാക്കസ് കണ്ടുപിടിച്ചത് ഒരു സിംഗിൾ പേഴ്സൺ ആണ് എന്ന് പറയുന്നില്ല. ആസ് പെർ ദ ഗൂഗിൾ പറയുന്നത് ബാബിലോണില് അവിടെ ഉണ്ടായിരുന്ന സ്കോളാസ് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. അതിന് ഇന്ന ഒരാളാണ് എന്നുള്ളതല്ല, അവരൊരു ഗ്രൂപ്പ് ഓഫ് ടീം ഓഫ് പീപ്പിൾസ് അവരുടെ കാൽക്കുലേഷൻ ഈസിനെസ്സിന് വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സംവിധാനമാണെന്നേ പറയുന്നുള്ളൂ. അതല്ലാതെ വേറെ എന്തെങ്കിലും ഉത്തരം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അത് ഫസ്റ്റ് യൂസ് ആക്കിയത് മിലിറ്ററി പർപ്പസിന് വേണ്ടിയല്ലേ? നോക്കാം നമുക്ക്, ഞാൻ നോക്കിയിട്ട് പറയാം, ഗ്രൂപ്പിൽ പറയാം കേട്ടോ. അബാക്കസിനെ കുറിച്ചല്ലേ ചോദിച്ചേ ഫസ്റ്റ്? ഞാൻ നോട്ട് ചെയ്യാം, ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ട് പറയാട്ടോ. രണ്ടും അബാക്കസിന് ഒരു സിംഗിൾ ഇൻവെന്റർ ഉണ്ടോ എന്നുള്ളതും ഇതേപോലെ മിലിറ്ററി പർപ്പസിനായിരുന്നു എന്നുള്ളത് നോക്കിയിട്ട് പറയാം. മൂവ് ചെയ്യട്ടെ. പ്രീ കമ്പ്യൂട്ടർ ഇറക്കിയ ശേഷം പിന്നീട് നമ്മള് 19th സെഞ്ചുറിയിലേക്ക് എത്തി. 19th സെഞ്ചുറിയിലാണ് ശരിക്ക് കമ്പ്യൂട്ടറിന്റെ ഒരു ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇന്ന് കാണുന്ന മോഡേൺ കമ്പ്യൂട്ടറുകളുടെ ആദ്യ രൂപം ശരിക്കും ഫോം ചെയ്യപ്പെടുന്നത് 19th സെഞ്ചുറി 19ാം നൂറ്റാണ്ടിലാണ്. ഓക്കെ, അവിടെ നമുക്ക് കുറച്ച് ആളുകളെ പരിചയപ്പെടാം. ജാക്കഡ് ലൂം ഉണ്ട്. ഓക്കെ, ജോസഫ് മേരി ജാക്കഡ് എന്ന് പറയുന്ന ആളുണ്ട്. പുള്ളിക്കാരൻ കണ്ടുപിടിച്ചൊരു ടെക്നിക്കാണ് ജാക്കഡ് ലൂം എന്ന് പറയും. 1801 അതായത് പഞ്ച്ഡ് കാർഡ്സ് എന്നാണ് പറയാം നമുക്ക്. Used punched cards to automate the weaving of complex pattern. This concept of using punched cards for programming would later influence early computer. അതായത് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളും സംഭവങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ച്ഡ് കാർഡ്സ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന IC ചിപ്പിന്റെ ഒക്കെ ആദിമ രൂപം എന്ന് പറയാം. അങ്ങനെ പഞ്ച്ഡ് കാർഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്ക് ആര് കൊണ്ടുവരാണ്? ജോസഫ് മാരി ജാക്കഡ് കൊണ്ടുവരാണ്. ഇത് 19th സെഞ്ചുറിയിലാണ്. അതിനുശേഷമാണ് ഈ അനലിറ്റിക്കൽ എഞ്ചിനൊക്കെ വരുന്നത്. ചാൾസ് ബാബേജ് ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫാദർ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പരിപാടിയൊക്കെ ചാൾസ് ബാബേജിനെയാണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് വിളിക്കുക. ചാൾസ് ബാബേജ് ആണ് അതിന്റെ ഏറ്റവും കമ്പ്യൂട്ടറിന്റെ ഒരു ബേസ് ഫോം ഉണ്ടാക്കിയെടുക്കുന്ന മനുഷ്യൻ. അന്ന് കമ്പ്യൂട്ടർ എന്നല്ല അതിന് പറയുന്നത്, അനലിറ്റിക്കൽ എഞ്ചിൻ എന്നാണ്. അതിനൊക്കെ ശേഷമാണ് കമ്പ്യൂട്ടർ എന്നുള്ള പേര് പോലും വന്നത്. അപ്പൊ ശരിക്കും കമ്പ്യൂട്ടറിന്റെ ആദ്യമ രൂപം ജാക്കഡ് ലൂമിൽ തുടങ്ങി, പഞ്ച്ഡ് കാർഡ് ഉപയോഗിച്ചുള്ള ജാക്കഡ് ലൂമിൽ തുടങ്ങി. പിന്നീട് 1830s ഒക്കെ ആയ സമയത്ത് പഞ്ച്ഡ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന IC ചിപ്പിന്റെ ഒരു ആദിമ രൂപം, IC ചിപ്പുകളുടെ ഒരു ആദിമ രൂപം എന്ന് പറയാം. നമ്മൾ ATM കാർഡ് പോലുള്ള കാർഡൊന്നല്ല, കമ്പ്യൂട്ടറിനകത്ത് ആ ടെക്നോളജിക്ക് അകത്തുള്ള ഒരു ടൂൾ അല്ലെങ്കിൽ അതിനകത്തുള്ളൊരു പാർട്ടാണ്. പിന്നീട് 1830s ചാൾസ് ബാബേജ് വരുന്നു. പുള്ളിയാണ് ഫാദർ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത്. പുള്ളിയാണ് മെക്കാനിക്കൽ പർപ്പസ് ഉള്ള കമ്പ്യൂട്ടറുകൾ കൊണ്ടുവരുന്നത്. ഡിഫറൻസ് എഞ്ചിൻ എന്ന് പറഞ്ഞ എഞ്ചിൻ അതിന് മുമ്പ് 1822 ഉണ്ടാവുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ടേബിൾസ്, അതായത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളോ അല്ലെങ്കിൽ അത്തരം കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറൻസ് എഞ്ചിനുകൾ ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം അനലിറ്റിക്കൽ എഞ്ചിൻ വരികയാണ്. അതാണ് ഈ പറഞ്ഞ പോലെ അതിന് CPU മില്ല് എന്ന് പറയും. അന്ന് CPU എന്നുള്ള ടേം ഇല്ല, അതിന് മില്ല് എന്ന് പറയും. പണി നടക്കുന്നതൊക്കെ മില്ലിനകത്തായിരിക്കും. അതായത് അതിന്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത്. എല്ലാ എഞ്ചിനും ഒരു ബ്രെയിൻ ഉണ്ടാവുമല്ലോ. ചാൾസ് ബാബേജ് കണ്ടുപിടിച്ച കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ഉണ്ടായിരുന്നു, അതിനെ മില്ല് എന്നാണ് പറയുക. അത് ഇന്നത്തെ CPU. പിന്നെ ചെയ്യുന്ന പരിപാടി സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സ്റ്റോറേജ് ഡിവൈസും ഉണ്ടായിരുന്നു. അതായത് ഇന്ന് നമ്മൾ വിളിക്കുന്ന മെമ്മറി എന്ന് പറയുന്ന സംവിധാനം. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് മെക്കാനിസംസ്, അങ്ങോട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, റിസൾട്ട് ഇങ്ങോട്ട് തരുന്നു. ഈ മെക്കാനിസംസ് ഒക്കെ വെച്ചുകൊണ്ട് CPU മെമ്മറി പോലെയുള്ള കോൺസെപ്റ്റുകൾ, അന്ന് ആ ടേമുകൾ ഇല്ലെങ്കിൽ പോലും അന്ന് മില്ല് സ്റ്റോർ എന്ന് പറയുന്ന ടേമുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത്തരം സാധനങ്ങളൊക്കെയുള്ള നേരത്തെ ലൂം ഉപയോഗിച്ച അതേ പഞ്ച്ഡ് കാർഡിന്റെ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രോഗ്രാം ചെയ്തു വെച്ചൊരു കമ്പ്യൂട്ടർ സംവിധാനം ശരിക്കും തുടങ്ങി വെക്കുന്നത് ചാൾസ് ബാബേജ് ആണ്.
പിന്നെ 1843 എഡാ ലൗലേസ് വരുന്നു. എഡാ ലൗലേസ് ലോർഡ് ബൈറൺ ഓതർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഡോട്ടറാണ്, മകളാണ്. അദ്ദേഹം ചാൾസ് ബാബേജിന്റെ അനലിറ്റിക്കൽ എഞ്ചിനെ കുറിച്ച് ഒരു പേപ്പർ എഴുതുന്നുണ്ട്. ഓക്കെ, അതിനെ പുള്ളിക്കാരൻ ബാബേജ് എഴുതിയ അനലിറ്റിക്കൽ എഞ്ചിനെ കുറിച്ചുള്ള പേപ്പർ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനകത്താണ് പുള്ളിക്കാരി ഈ കാൽക്കുലേഷൻ പർപ്പസിനെ കുറിച്ചും എഞ്ചിനെ കുറിച്ചും സാധനങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്. അതിനകത്ത് എന്നിട്ട് അതിൽ പറഞ്ഞതുപോലെ പുള്ളിക്കാരി കമ്പ്യൂട്ടർ പ്രോഗ്രാം എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാം ആയിട്ട് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എഡാ ലൗലേസിനെയാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആയിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് 1800 ഇതൊക്കെ 19th സെഞ്ചുറിയിലാണ് സംഭവിക്കുന്നത്. 19th സെഞ്ചുറിയിൽ വന്നിട്ടുള്ള കുറച്ച് അഡ്വാൻസ്മെന്റുകളാണ് പറയുന്നത് പോയ കാലത്തെ അപേക്ഷിച്ച്. ടാബുലേറ്റിംഗ് മെഷീൻ 1890 വരെയാണ്. ഹെർമൻ ഹോളറിത്ത് ആണ് ടാബുലേറ്റിംഗ് മെഷീൻ എന്ന് പറയുന്ന മെഷീൻ കണ്ടുപിടിക്കുന്നത്. അവിടെയും പഞ്ച് കാർഡ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. പഞ്ച് കാർഡ് സിസ്റ്റത്തിലാണ് ഈ 19th സെഞ്ചുറി മുഴുവൻ ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഈ പറഞ്ഞ IBM കമ്പനി കമ്പ്യൂട്ടർ കമ്പനിയാണ്. ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻസ് എന്ന് വിളിക്കും. IBM ആണ് ആദ്യത്തെ കമ്പ്യൂട്ടറുകളൊക്കെ ഇറക്കുന്നതും. ബാക്കി നമ്മൾ ഓരോ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ പറയുന്ന സമയത്ത് അതിലെ പല കമ്പ്യൂട്ടർ ഡിവൈസുകളുടെയും മാനുഫാക്ചറർ IBM കമ്പനി ആയിരുന്നു. അപ്പൊ ഈ IBM കമ്പനിയാണ് ടാബ്ലറ്റിംഗ് മെഷീൻ ഇറക്കാനുള്ള ഫണ്ടിങ്ങും സാധനങ്ങളും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടാബ്ലറ്റിംഗ് മെഷീൻ ഒക്കെ 1819 വരെയാണ്. അപ്പൊ കമ്പ്യൂട്ടറിന്റെ 19th സെഞ്ചുറിയിലെ രൂപം കുറച്ചും കൂടി വിശാലമായിരുന്നു ആരപേക്ഷിച്ച് പ്രീ കമ്പ്യൂട്ടേഷണൽ എറയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത്. അവിടുന്ന് വന്ന് 20ാം നൂറ്റാണ്ടിന്റെ ഒരു പകുതി ആയ സമയത്ത് ഇലക്ട്രോണിക് കമ്പ്യൂട്ടറുകളുടെ ഒരു പിറവി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇലക്ട്രോണിക് കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു യുഗം എന്ന് പറയാൻ പറ്റും. ഓക്കെ, അവിടെയാണ് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്ന് കാണുന്ന കമ്പ്യൂട്ടറുകളുടെ രൂപത്തിലേക്ക് കമ്പ്യൂട്ടർ ആവാൻ തുടങ്ങിയത്. അവിടെ നമുക്ക് അലൻ ടൂറിങ്ങിന്റെ ടൂറിംഗ് മെഷീൻ കാണാം. 1936 വന്നിട്ടുള്ള ടൂറിംഗ് മെഷീൻ എന്ന് പറയും. അലൻ ടൂറിംഗ് ആണ് അത് കണ്ടുപിടിച്ചത്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ കമ്പ്യൂട്ടേഷണൽ സ്കില്ലുകളൊക്കെ ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളുടെ കോൺസെപ്റ്റിന്റെ ആദ്യ രൂപം അലൻ ടൂറിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അന്ന് ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ വന്നിട്ടില്ലെങ്കിലും അതിന്റെ ഒരു ആദ്യ രൂപം അലൻ ടൂറിംഗിന്റെ ടൂറിംഗ് മെഷീനിലാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് കൃത്യമായിട്ട് അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന, പഞ്ച് കാർഡിൽ അപ്പുറത്തേക്ക് അൽഗോരിതം ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ മെഷീൻ ആയിരുന്നു ടൂറിംഗ് മെഷീൻ. പിന്നീട് 1937-42 കാലഘട്ടത്തിലെ അറ്റനസ് ഓഫ് ബെറി കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ വരുന്നുണ്ട്. ജോൺ വിൻസെന്റ് അറ്റൻസ് ഓഫും ക്ലിഫോർഡ് ബെറിയും ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു കമ്പ്യൂട്ടർ സംവിധാനമാണത്. അവിടെ ഈ പറഞ്ഞ പോലെ ഈ ഫസ്റ്റത്തെ ഓട്ടോമാറ്റിക് ഇലക്ട്രിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആയിട്ടാണ് അതിനെ കാണുന്നത്. ആദ്യത്തെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ഓട്ടോമാറ്റിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറയും. അവിടെ ഈ പറഞ്ഞ പോലെ ബൈനറി അരിത്മെറ്റിക് അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, അറ്റൻസ് ഓഫ് ബെറി കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ABC കമ്പ്യൂട്ടർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് കൊളോസസ് വരുന്ന 1943 ടോമി ഫ്ലവേഴ്സ് ആണ് ബ്രിട്ടനിൽ വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ കൊളോസസ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഉപയോഗത്തിൽ വരുന്നത്. ഓക്കെ, ആ കമ്പ്യൂട്ടർ ഈ പറഞ്ഞ പോലെ ഭയങ്കര എന്താ പറയാ ലൈക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷണൽ സാധനങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസ് ആയിട്ടാണ്. ഇത് നേരത്തെ ഉണ്ടായിരുന്ന അലൻ ട്യൂറിങ്ങിന്റെ ടൂറിംഗ് മെഷീനേക്കാളും ABCയെക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ആയിട്ടാണ് കൊളോസസിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് 1944 മാർക്ക് 1 എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ, ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ എന്നാണ് പറയാ, ഹൊവാർഡ് ഐക്കിൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് എന്തിയാണ് ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നീടാണ് ദ സോക്കോൾഡ് ഫേമസ് ഏനിയാക്, നമ്മൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിലൊക്കെ പറയാറുള്ള ഏനിയാക് കമ്പ്യൂട്ടർ വരുന്നത് 1946 ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ എന്നാണ് വിളിക്കുക. ജെ പ്രസ്പെറിക്കറ്റും ജോൺ മോഷ്ലിയും ചേർന്ന് പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ് ഏനിയാക് എന്ന് പറയുന്ന ആദ്യത്തെ ജനറൽ പർപ്പസ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നത്. ഭയങ്കരമായിട്ട് എന്താ പറയാ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്ന ഒരു കമ്പ്യൂട്ടർ ആയിരുന്നു. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 30 ടണ്ണോളം ഭാരം അതിനുണ്ടായിരുന്നു. 1800 സ്ക്വയർ ഫീറ്റോളം എന്താ പറയാ വ്യാസമുള്ള വിസ്തൃതിയുള്ള ഒരു റൂം മുഴുവൻ വേണമായിരുന്നു ഏനിയാക്ക് എന്താ പറയാ ഇൻസ്റ്റാൾ ചെയ്യാൻ. 18,000 വാക്വം ട്യൂബുകളുടെ ബേസിലാണ് ഏനിയാക്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്പീഡ് കുറയ്ക്കാം 18,000 വാക്വം ട്യൂബുകളുടെ ബേസിലാണ് ഏനിയാക്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വാക്വം ട്യൂബ്സ് പറഞ്ഞാൽ ഭയങ്കര ചൂട് ജനറേറ്റ് ചെയ്യുന്ന ടെക്നോളജിയാണ്. ഭയങ്കരമായിട്ട് അടുത്ത് പോലും നിൽക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടായിരിക്കും. അങ്ങനെ 18,000 വാക്വം ട്യൂബുകൾ 24/7 ഇങ്ങനെ ഹീറ്റായി വർക്ക് ചെയ്തിട്ടുണ്ടാക്കുന്ന സാധനമാണ് വർക്ക് ചെയ്തിട്ടാണ് ഏനിയാക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടായിരിക്കും. മാത്രമല്ല ഭയങ്കരമായിട്ട് എനർജി അത് വേസ്റ്റ് ചെയ്യിക്കും. ഓക്കെ, മാത്രമല്ല അത്രയും സ്പേസ് അത് കൺസ്യൂം ചെയ്യിക്കും. എന്നാലോ നമ്മൾ വിചാരിച്ചത്ര സ്പീഡോ കാര്യങ്ങളോ ഒന്നും അതിനുണ്ടാവില്ല. പക്ഷെ ഒരു ഡിജിറ്റൽ
അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് സംവിധാനമാണ്, മാനുവലി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മാനുവലി ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ സംവിധാനം ഉണ്ടാവുക എന്ന് പറയുന്നത് ലോകത്തെ സംബന്ധിച്ച് വല്ലാത്തൊരു അഡ്വാൻസ്മെന്റ് തന്നെയായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു മിഡ് 20th സെഞ്ചുറിയും പ്രീ കമ്പ്യൂട്ടേഷണൽ വരെയും പറയാറുള്ളത്. 19th സെഞ്ചുറി അതിന്റെ ഒരു വരവ്, അതിന്റെ ഒരു തുടക്കം ഒക്കെ നമ്മൾ പറയുന്ന സമയത്ത്, അപ്പൊ ശരിക്കും നമ്മൾ ഹിസ്റ്ററി സ്പോട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 5 ജനറേഷൻസ് ആയിട്ടാണ് കമ്പ്യൂട്ടറിന്റെ കാലഘട്ടങ്ങളെ പറയാറുള്ളത്. 1940 മുതൽ 56 വരെ വാക്വം ട്യൂബുകൾ ബേസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകൾ, 1956 മുതൽ 63 വരെ ട്രാൻസിസ്റ്റർ ടെക്നോളജിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകൾ എന്താന്നൊക്കെ പറയൂട്ടോ. 1964 മുതൽ 71 വരെ IC ചിപ്പുകളുടെ സഹായത്താൽ വർക്ക് ചെയ്തിരുന്ന തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകൾ, 1971 മുതൽ ഈ കാലം വരെ എന്നുള്ള സാധനമാണ് പൊതുവെ അതിനെ പറയാറുള്ളത്. പക്ഷെ 5th ജനറേഷനിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. ഓക്കെ, റെക്കോർഡിക്കലി 4th ജനറേഷൻ വരെ ഉള്ളൂവെങ്കിലും ശരിക്കും 5th ജനറേഷനിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. 1971 മുതലത്തെ പ്രസന്റ് സെനാരിയോ വരെ മൈക്രോ പ്രോസസ്സറുകൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന 4th ജനറേഷൻ കമ്പ്യൂട്ടറുകൾ. പക്ഷെ 5th ജനറേഷൻ കൂടിയുണ്ട്. കാരണം പ്രസന്റ് ടൈമിൽ, അതായത് മൈക്രോ പ്രോസസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൂടെ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് മൈക്രോ പ്രോസസ്സറുകളുടേതായിരിക്കില്ല, അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റേതായിരിക്കും, റോബോട്ടിക്സ് ടെക്നോളജിയുടേതായിരിക്കും. അതൊക്കെ ഒളിച്ചുവരുന്ന 5ാമത്തെ ജനറേഷൻ കാലഘട്ടം എന്ന് പറയുന്നത്. ഇങ്ങനെ 5 ജനറേഷനുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കമ്പ്യൂട്ടർ ടെക്നോളജി മൂവ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെ പഠിക്കണം, എങ്ങനെ നോട്ട് എഴുതണം ഈ ഒരു ടോപ്പിക്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ജനറേഷന്റെ വർഷത്തിന്റെ ഗ്യാപ്പ്, അതായത് ടൈം പീരീഡ്, എന്ത് ടെക്നോളജി, അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിൾ, അതിന്റെ ഫീച്ചർ, ഇത്രയും സാധനങ്ങൾ മാത്രം പഠിക്കാം. ഇതിന്റെ ഫീച്ചർ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം മറ്റേനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്, മറ്റേനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് എവിടെ ഉണ്ടാവുക, തൊട്ടടുത്ത ജനറേഷനിൽ ഉണ്ടാവുക. ഞാൻ പറയുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലിയർ ആവുക. നമുക്ക് എന്തായാലും ഫസ്റ്റ് ജനറേഷനിൽ തുടങ്ങാം. 1940 എന്ന് പറയുമ്പോൾ നമ്മളെ സെക്കൻഡ് വേൾഡ് വാറിനൊക്കെ മുമ്പുള്ള അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു കാലഘട്ടത്തിലുള്ള ഒരു സമയമാണ്. 1940 മുതൽ 1956 വരെയുള്ള ആദ്യ കാലഘട്ടം, ദ ഫസ്റ്റ് ജനറേഷൻ. വാക്വം ട്യൂബുകൾ നമ്മൾ പറഞ്ഞു, ഇനിയാക്കിന്റെ കേസ് നമ്മൾ പറഞ്ഞു. വാക്വം ട്യൂബുകൾ എന്ന് പറയുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ടെക്നോളജി വാക്വം ട്യൂബുകൾ വെച്ചിട്ട് സർക്യൂട്ട് ഉണ്ടാക്കിയിട്ട് മാഗ്നറ്റിക് ഡ്രം ഉപയോഗിച്ചിട്ട് മെമ്മറി സ്റ്റോർ ചെയ്തിട്ടൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് ആ ടെക്നോളജി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൈസ് ആയിരിക്കും. 18,000 സ്ക്വയർ ഫീറ്റിലൊക്കെ നമ്മൾ വീട് പോലും അത്ര ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, 18,000 സ്ക്വയർ ഫീറ്റിലൊക്കെ എന്താ പറയാ എക്യുപ്പൈ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്ന് നമ്മൾ ആലോചിച്ച് വെക്കാം, വെറും കയ്യിന്റെ ഉള്ളിലും വിരലിന്റെ മേലെയും വാച്ചിലും ഒക്കെ കമ്പ്യൂട്ടർ കൊണ്ട് നടക്കുന്ന നമുക്ക് 18,000 സ്ക്വയർ ഫീറ്റിൽ ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. മാത്രമല്ല വാക്വം ട്യൂബുകൾ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഹീറ്റ് അത് ജനറേറ്റ് ചെയ്യും. മാത്രമല്ല ഈ 18,000 സ്ക്വയർ ഫീറ്റിൽ ഇതിന് വേണ്ട എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ച് ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറയുന്നത് 5-10 പൈസന്റെ പരിപാടിയല്ല, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഭയങ്കര ഏതെങ്കിലും കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിക്കുന്ന കമ്പനികൾക്ക് മാത്രം ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്, അത്രയും എക്സ്പെൻസീവ് ആണ്. പക്ഷെ എന്നാലോ അതിന്റെ പ്രോസസ്സിങ് ഭയങ്കര സ്ലോ ആയിരുന്നു. ഭയങ്കര ഇലക്ട്രിസിറ്റി നന്നായിട്ട് അത് കൺസ്യൂം ചെയ്യും. കാരണം ഇത്രയും ഹീറ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അത്രയും എന്ത് ചെയ്യപ്പെടണം, ഇലക്ട്രിസിറ്റി അത് കൺസ്യൂം ചെയ്യണം. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് എന്താ പറയാ ഡ്രോബാക്കുകൾ ഉണ്ടായിരുന്ന സാധനമാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ. പക്ഷെ അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ കമ്പ്യൂട്ടിങ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിലുപയോഗിച്ചിരുന്നൊരു ലാംഗ്വേജ്, ഇപ്പൊ കമ്പ്യൂട്ടറിനായിട്ടുള്ള ഒരു മെഷീൻ ലാംഗ്വേജ് ഉണ്ടോ, ആ മെഷീൻ ലാംഗ്വേജ് ബൈനറി കോഡ് എന്ന് പറഞ്ഞാൽ 0s 1s മാത്രമുള്ള 0ഉം 1ഉം മാത്രം റീഡ് ചെയ്യാൻ പറ്റുന്ന മെഷീൻ ലാംഗ്വേജ് ആയിരുന്നു അതിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിലേക്ക് വരുന്ന സമയത്ത് ഏനിയാക്ക് അതിലൊരു എക്സാമ്പിൾ ആണ്. ആദ്യത്തെ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ യൂണിവാക് 1 ആണ്. അതിന്റെ കുറെ എക്സാമ്പിൾ വേറെ ഉണ്ട്. ഇത് രണ്ടും കോമൺ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് സോക്കോൾഡ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ആണ്. ഇനി സെക്കൻഡ് ജനറേഷനിലേക്ക് വരുന്ന സമയത്ത് when we comes to the second generation, it starts from 1956 and ends in 1963. 1956 തുടങ്ങി 1963 എൻഡ് ചെയ്യുന്ന
വാക്വം ട്യൂബിന്റെ എല്ലാ ഡ്രോബാക്കുകളെയും ഇല്ലാതാക്കുന്ന ഒരു ടെക്നോളജി കണ്ടുപിടിച്ച കാലം. അതായത് വാക്വം ട്യൂബുകളുടെ എല്ലാ ഡ്രോബാക്കുകളെയും മറന്നു കളയാൻ വേണ്ടി അതൊക്കെ ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, മനുഷ്യന്മാര് ട്രാൻസിസ്റ്റർ ടെക്നോളജി കണ്ടുപിടിച്ചു. അപ്പൊ വാക്വം ട്യൂബിനെ റീപ്ലേസ് ചെയ്തിട്ട് ട്രാൻസിസ്റ്റർ വെച്ചിട്ട് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ വാക്വം ട്യൂബിന്റെ അത്രയും സ്പേസ് ട്രാൻസിസ്റ്ററുകൾ, ENIAC ഫുൾ ഫോം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. സെക്കൻഡ് ജനറേഷനിലേക്ക് വരുമ്പോൾ വാക്വം ട്യൂബിനെ മാറ്റി നമ്മൾ ട്രാൻസിസ്റ്റർ ഫിറ്റ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ റൺ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ റൺ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് വാക്വം ട്യൂബിനേക്കാൾ സൈസ് കുറവാണ് ട്രാൻസിസ്റ്ററിന്. ഓക്കെ, അപ്പൊ ട്രാൻസിസ്റ്ററിന്റെ വലിപ്പം കുറയുന്ന സമയത്ത് സ്വാഭാവികമായും കമ്പ്യൂട്ടറിന്റെ വലിപ്പവും കുറയും. വാക്വം ട്യൂബിന്റെ വലിപ്പമാണ് ENIAC 18,000 സ്ക്വയർ ഫീറ്റിന്റെ വലിപ്പം കൊടുത്തത്. ഓക്കെ, അത് ഒരു വാക്വം ട്യൂബിലല്ല, ഏകദേശം 18,000-ലധികം വാക്വം ട്യൂബിലാണ് അത് വർക്ക് ചെയ്തത്. എവിടേക്ക് വരുന്ന സമയത്ത് ഒരു ട്രാൻസിസ്റ്റർ അല്ല കേട്ടോ, കുറെ ട്രാൻസിസ്റ്ററുകൾ വേണം, പക്ഷെ മറ്റേ അത്ര സ്പേസ് വേണ്ട. അപ്പൊ കമ്പ്യൂട്ടറിന്റെ വലിപ്പം ഒന്നുകൂടെ ചുരുങ്ങി. ഓക്കെ, കുറച്ചും കൂടി റിലയബിൾ ആയി, വിശ്വാസയോഗ്യമായി മാറി. മറ്റേതിനേക്കാൾ ENIAC അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സിങ് ഫംഗ്ഷനിങ് അത് ചെയ്യാൻ തുടങ്ങി. മറ്റേത് ഉപയോഗിക്കുന്ന അത്രയും ഇലക്ട്രിസിറ്റി അതിന് വേണ്ടാന്ന് വന്നു. ഓക്കെ, കുറച്ചുകൂടി സാധനം ചെറുതായി, ഫാസ്റ്ററായി, മോർ റിലയബിൾ ആയി. എക്സ്പെൻസ് മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യും, ഫസ്റ്റ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസ് കുറഞ്ഞു. ഓക്കെ, അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടേഷണൽ ലാംഗ്വേജ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയപ്പെടുന്ന ഫോർട്രാനും കോബോളും ഒക്കെ മെഷീൻ ലാംഗ്വേജിന് പകരം വന്നു നിന്നു. എവിടെ? സെക്കൻഡ് ജനറേഷനിൽ. അപ്പോ ഫസ്റ്റ് ജനറേഷനിൽ എങ്ങനെ പഠിക്കണം? 1940 മുതൽ 1956 വരെ വാക്വം ട്യൂബ് ഉപയോഗിച്ചു. അപ്പോൾ വാക്വം ട്യൂബ് ഉപയോഗിച്ചത് മാത്രമല്ല, അവിടെ ഉപയോഗിച്ചത് മെഷീൻ ലാംഗ്വേജ് ആയിരുന്നു. ENIAC-ഉം യൂണിവാക് 1-ഉം അതിന്റെ എക്സാമ്പിൾ ആണ്. പിന്നെയോ അതിന് വലിപ്പം കൂടുതലായിരുന്നു, അതിന്റെ പ്രവർത്തനം വളരെ സ്ലോ ആയിരുന്നു, ഇലക്ട്രിസിറ്റി കുറെ വേണമായിരുന്നു, ഹീറ്റ് കൂടുതൽ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്. സെക്കൻഡ് ജനറേഷനിലേക്ക് വരുമ്പോഴോ 56 to 63 replaced by transistor, it is smaller, more reliable, faster, energy efficient and reused assembly language and high level programming language. അതിന് ഫോർട്രാനും കോബോളും പോലെയുള്ള കമ്പ്യൂട്ടിംഗ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു, കണ്ടുപിടിക്കപ്പെട്ടു. IBM-ന്റെ 7000 സീരീസിൽ പെട്ട കമ്പ്യൂട്ടറുകൾ, യൂണിവാക്കിന്റെ ലാർക്ക് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ മോഡലൊക്കെ സെക്കൻഡ് ജനറേഷന്റെ എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയോ? മൂയട്ടെ? യെസ്, ഗുഡ്. ഇനി നമ്മൾ തേർഡ് ജനറേഷനിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഫസ്റ്റ് ജനറേഷന്റെയും സെക്കൻഡ് ജനറേഷന്റെയും പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് മൂന്നാമത്തെ ജനറേഷനിലേക്ക് വരുന്ന സമയത്ത് മനുഷ്യൻ കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ട്രാൻസിസ്റ്ററുകൾ മാറിയിട്ട് IC ചിപ്പുകളായിട്ട് മാറി. ചിപ്പ് എന്ന് പറയുന്ന സാധനം പിന്നെയും ചെറുതായല്ലോ. അപ്പൊ IC ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ, IC ചിപ്പുകൾ ഉപയോഗിച്ചിട്ടുള്ള കമ്പ്യൂട്ടേഷൻ ടെക്നോളജി ആയിട്ട് മാറി. അപ്പൊ ഒരുപാട് ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ചതിൽ നിന്നും ഒറ്റ സിലിക്കോൺ ചിപ്പിലേക്ക് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം മാറി. ഓക്കെ, ഒരുപാട് 18,000-ലധികം വാക്വം ട്യൂബിൽ നിന്നും വളരെ എന്താ പറയാ വലുപ്പം കുറഞ്ഞ ആയിരക്കണക്കിന് ട്രാൻസിസ്റ്ററുകളിലേക്ക് കമ്പ്യൂട്ടർ മാറി. തേർഡ് ജനറേഷൻ ആയപ്പോഴോ ആയിരക്കണക്കിന് ട്രാൻസിസ്റ്ററുകളെ മാറ്റി ഒരൊറ്റ സിംഗിൾ സിലിക്കോൺ കൊണ്ട് നിർമ്മിച്ച ചിപ്പിനകത്തേക്ക്, മീനിയേച്ചർ സാധനത്തിലേക്ക് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ മാറി എന്നുള്ളതാണ്. അപ്പോ അത് മാറുന്ന സമയത്ത്, അതിന്റെ ടെക്നോളജി ചെറുതാവുന്ന സമയത്ത് അതിന്റെ വലിപ്പവും കമ്പ്യൂട്ടറിന്റെ വലിപ്പം ചെറുതായി, മറ്റതിനേക്കാൾ പവർഫുൾ ആയി, കുറച്ചും കൂടി റിലയബിൾ ആയി, അതിനേക്കാൾ ഫാസ്റ്റർ ആയി. അല്ലെ, അതിനേക്കാൾ ഫാസ്റ്റർ ആവാന്ന് മാത്രമല്ല, അത് ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ അളവ് കുറഞ്ഞു. അതിന്റെ വലിപ്പം കുറയുന്നതിനനുസരിച്ച് അതിന്റെ പാർട്ടുകളുടെ എണ്ണം കുറയും. പാർട്ടുകളുടെ എണ്ണം കുറയുമ്പോൾ അതിന്റെ കോസ്റ്റ് അതിനനുസരിച്ച് കുറയും. അങ്ങനെയാണ് കീബോർഡുകളും മോണിറ്ററും ഒക്കെയുള്ള പണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ബാക്കോട്ട് ഉള്ള ആ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടർ അങ്ങനെയാണ്. ലാപ്ടോപ്പ് പോലെയല്ല, ബാക്കോട്ട് എന്താ പറയാ കൂർത്ത് നിൽക്കുന്ന ആ വെള്ള കമ്പ്യൂട്ടർ. ആ കമ്പ്യൂട്ടറൊക്കെ ഈ തേർഡ് ജനറേഷന്റെ വരവോടുകൂടി വന്ന സാധനമാണ്. IC ചിപ്പിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ. കീബോർഡും മോണിറ്ററും മൗസും CPU ഒക്കെ ഉള്ള കമ്പ്യൂട്ടറുകൾ ഉണ്ടാവാൻ തുടങ്ങി. IBM-ന്റെ 360 സീരീസിൽ വരുന്ന മോഡലുകൾ, PDP-8 മോഡൽ കമ്പ്യൂട്ടറുകളൊക്കെ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിൾ ആയിരുന്നു. ക്ലിയർ? അപ്പൊ അത് 71 വരെയുള്ള 71 വരെ. പക്ഷെ അന്ന് കണ്ടുപിടിച്ച കമ്പ്യൂട്ടർ, എത്രയോ വർഷം മുമ്പ് കണ്ടുപിടിച്ച കമ്പ്യൂട്ടർ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. നമ്മൾ ലേറ്റസ്റ്റ് മോഡൽ എന്നല്ലല്ലോ ഉപയോഗിക്കുന്നത്. 71-ൽ കണ്ടുപിടിക്കപ്പെട്ട മോഡലാണ് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ രൂപം 71 വരെ ഉപയോഗിക്കുന്നല്ലേ? 64 മുതൽ 71 വരെ ഉപയോഗിച്ച കമ്പ്യൂട്ടറിന്റെ സംവിധാനത്തെ നമ്മൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല. അതിന്റെ മോഡലും സാധനങ്ങളും ഒക്കെ അതേപോലെ തന്നെ ഉണ്ടാവും.
അതിൽ നിന്ന് പിന്നീടും ലേറ്റസ്റ്റ് മോഡലിലേക്കൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ ബാക്കിൽ കൂർത്ത കമ്പ്യൂട്ടറുകളൊക്കെ നമ്മൾ ഇല്ലാണ്ടാക്കിയിട്ടുള്ളത്. ക്ലിയർ? ടെക്നിക്കലി പറയുന്ന സമയത്ത് 71 വരെ. പക്ഷെ 71 വരെ ഉപയോഗിച്ച കമ്പ്യൂട്ടറിന് 72-ലും 73-ലും 74-ലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. എത്രയോ വർഷം മുമ്പ് ഇറങ്ങിയ സിനിമകളെ നമ്മൾ ഇന്നും കാണുന്നില്ലേ? അതേപോലെ. പക്ഷെ ടെക്നോളജി എന്ന് പറയുന്ന സാധനം ഓക്കെ, അത് മറ്റേത് റീപ്ലേസ് ചെയ്യുന്ന, മറ്റേത് വരുന്നവരെയാണ് ഇതിന്റെ അന്ത്യം എന്ന് പറയുന്ന അത്രയേ ഉള്ളൂ. എന്ന് വിചാരിച്ചപ്പം ഇൻസ്റ്റഗ്രാം വരുന്നു, ഇൻസ്റ്റഗ്രാം വന്നിട്ട് അത് ഭയങ്കര പോപ്പുലർ ആവുന്നു, ഫേസ്ബുക്കിന്റെ കാലം കഴിഞ്ഞിട്ടില്ലല്ലോ. അത് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ഓക്കെ, മൂവ് ചെയ്യട്ടെ. Any other doubts? Okay. അതിനുശേഷം 4th ജനറേഷനായി 1971 മുതൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്ന സാധനം, അവിടെ മൈക്രോ പ്രോസസ്സറുകളുടെ കാലഘട്ടമായിരുന്നു. VLSI മോഡലുകൾ എന്ന് പറയും, വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്ന് പറയും. അതായത് ഒരുപാട് ട്രാൻസിസ്റ്ററുകളും ഒറ്റ സിലിക്കോൺ ചിപ്പിലേക്ക് ഒതുക്കിയ കാലഘട്ടത്തിൽ നിന്നും നമ്മൾ മൈക്രോ പ്രോസസ്സറുകൾ എന്ന് പറയുന്ന നമ്മളെ ഉള്ളം കയ്യിൽ വെക്കാൻ പറ്റുന്ന വളരെ ചെറിയൊരു സാധനത്തിലേക്ക് വീണ്ടും കമ്പ്യൂട്ടറിന്റെ ഹെഡ്, ബ്രെയിൻ ചുരുങ്ങി എന്നുള്ളതാണ്. അങ്ങനെ ചുരുങ്ങുന്ന സമയത്ത് കമ്പ്യൂട്ടറിന്റെ വലുപ്പവും ചുരുങ്ങാൻ തുടങ്ങി. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ടെക്നോളജി വന്നു. മൗസ്, നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ ഇന്റർനെറ്റ് ടെക്നോളജി ഒക്കെ തുടങ്ങുന്നത് 4th ജനറേഷനിലാണ്. ഓക്കെ, അത്രയും പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ, കുറച്ചും കൂടി കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളത്, അഫോർഡബിൾ ആയിട്ടുള്ള, ജനറൽ പബ്ലിക്കിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടറുകളൊക്കെ, നമ്മളെ പേഴ്സണൽ PC മോഡൽ പേഴ്സണൽ കമ്പ്യൂട്ടറുകളൊക്കെ ഉണ്ടായിരുന്നത് ഈ 4th ജനറേഷനോട് കൂടിയാണ്. എന്ന് പറഞ്ഞാൽ 3rd ജനറേഷൻ വരെ പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ ഉണ്ടായിരുന്നില്ല, ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല എന്നുള്ളതാണ്. 4th ജനറേഷനിലായ സമയത്ത് ഇൻഡിവിജ്വലി ഉപയോഗിക്കാൻ പറ്റുന്ന പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ ഉണ്ടാവാൻ തുടങ്ങി. ഇന്റർനെറ്റിന്റെ ഒരു യുഗം തുടങ്ങി. ആപ്പിളിന്റെ കമ്പ്യൂട്ടറുകളൊക്കെ, ആപ്പിൾ 2 സീരീസിലുള്ള കമ്പ്യൂട്ടറുകൾ, IBMന്റെ പേഴ്സണൽ കമ്പ്യൂട്ടർ, മാസിൻഡോഷിന്റെ മോഡേൺ ഡെസ്ക്ടോപ്പുകൾ, ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളൊക്കെ ഇറങ്ങുന്നത് 4th ജനറേഷനിലാണ്. അവിടെ ഇന്റലിന്റെ മൈക്രോ പ്രോസസ്സറുകൾ ഒക്കെയാണ് ആ സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സാധനം. അവിടുന്ന് നമ്മള് 5th, അതായത് ഇന്നും നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? ഇന്ന് നമ്മൾ ലാപ്ടോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ലാപ്ടോപ്പിന്റെ രൂപം മാറിയിട്ടുണ്ട്, അതിന്റെ സൈസ് കുറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ കയ്യിൽ കിട്ടുന്ന വാച്ചിൽ പോലും ലാപ്ടോപ്പ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, ഗൂഗിൾ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് എന്തും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനത്തിലേക്ക്, മോതിരത്തിലേക്ക്, കണ്ണടയിലേക്ക്, മെറ്റയുടെ ഒക്കെ കണ്ണട വരെ വന്നു. ഓക്കെ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് സാധനങ്ങൾ, ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ണടകൾ വരെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈവൻ നമ്മുടെ മാളുകളിൽ പോലും പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടുന്ന അത്രയും നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരു ടെക്നോളജി ആയിട്ട് മാറിയിട്ടുണ്ട്. അത്തരം വളർച്ചയിലേക്ക് കമ്പ്യൂട്ടർ എത്തി എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു വളർച്ചയൊക്കെ ശരിക്കും സംഭവിക്കുന്നത് നമ്മൾ 5th ജനറേഷൻ എന്നൊക്കെ പറയേണ്ടി വരും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ, അതായത് പാരലൽ പ്രോസസ്സിംഗ് നടക്കുന്ന, സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്ന, നാച്ചുറൽ ലാംഗ്വേജിനെ അങ്ങനെ തന്നെ പ്രോസസ് ചെയ്യാൻ പറ്റുന്ന ബ്രെയിനുള്ള കമ്പ്യൂട്ടറുകളുള്ള, എക്സ്പേർട്ട് സിസ്റ്റംസ് ഉപയോഗിക്കുന്ന, റോബോട്ടിക്സ് ടെക്നോളജി ഉപയോഗിക്കുന്ന, ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും നാനോ ടെക്നോളജിയും ഉപയോഗിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരാൻ തുടങ്ങി. മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന മെഷീനുകൾ ഉണ്ടാവാൻ തുടങ്ങി. ഡിസിഷൻ മേക്കിങ്ങും നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ആർക്ക് സാധിക്കാൻ തുടങ്ങി? കമ്പ്യൂട്ടറുകൾക്ക് സാധിക്കാൻ തുടങ്ങി. പ്രോബ്ലം സോൾവിങ് കമ്പ്യൂട്ടർ ചെയ്യാൻ തുടങ്ങി. കണക്ടിവിറ്റിയും അതിനെ എങ്ങോട്ട് വേണമെങ്കിലും എടുത്ത് റീഫിക്സ് ചെയ്യാൻ പറ്റുന്ന മൊബിലിറ്റിയും യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസുകളൊക്കെ കമ്പ്യൂട്ടറിന് വരാൻ തുടങ്ങി. AI പവേർഡ് ആയിട്ടുള്ള വോയിസ് അസിസ്റ്റൻസുകളെ, ഫേഷ്യൽ റെക്കഗ്നിഷൻസ്, നമ്മുടെ ബയോമെട്രിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള മൊബൈൽ ഫോണുകളെ, ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്, റിസർച്ചിനും ഡെവലപ്മെന്റ് മേഖലയിൽ ഉപയോഗിക്കുന്ന ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ടെക്നോളജി, ഇതൊക്കെ 5th ജനറേഷന്റെ ആണ്. ടെക്നിക്കലി 4th ജനറേഷൻ വരെ പറയാറുള്ളൂ, ബട്ട് നമ്മൾ എന്നാലും 5th ജനറേഷനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കേണ്ടത്. അതിന്റെ ബേസിക് ടേംസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് കാറ്റഗറൈസേഷൻ, ജനറേഷൻസ് പഠിക്കുന്ന സമയത്ത് അതിന്റെ ഇയർ, അതിന്റെ ഫീച്ചർ, അവിടെ ഉപയോഗിച്ച ടെക്നോളജി, 1-2 ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന എക്സാമ്പിൾസ്. മിസ്, നമുക്കത് 2010, 2010 ടു അപ്നൗ അങ്ങനെ രണ്ടായിട്ട് പിന്നെ സെപ്പറേറ്റ് ചെയ്തൂടെ? അവിടെ എവിടെ ഒന്ന് കേട്ട പോലെ ഉണ്ട്. അതായത് നമ്മളിപ്പോ കമ്പ്യൂട്ടർ ജനറേഷൻ പഠിക്കുന്ന സമയത്ത് ആ ലാസ്റ്റിൽ നമ്മൾ 71 ടു ടിൽ നൗ അല്ലല്ലോ അവിടെ? അങ്ങനെയല്ല, അങ്ങനെ അതിൽ ഏകദേശം ഒരേ ഫീച്ചറുകൾ തന്നെയാണ് വരുന്നത്. എന്നാലും ഒന്നും കൂടെ ഒന്ന് 2010 ശേഷം ഒരുപാട് പിന്നെ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലേ? അതായത് ഈ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറിന്റെ പല സാധനങ്ങൾ, അത് പല റിസോഴ്സുകൾ നമ്മൾ നോക്കുന്ന സമയത്തും 4th ജനറേഷനും 5th ജനറേഷനെയും പലരും പല രീതിയിലാണ് എന്ത് ചെയ്യാറുള്ളത്, ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരാന്ന് പറയാം, പല രീതിയിലാണ് ഡിഫൈൻ ചെയ്യാറുള്ളത്. 1971 ടു
2K വരെയുള്ള 2000 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്ന പുസ്തകങ്ങളുണ്ട്. 2000 മുതൽ പിന്നീട് AI ഒരു ഭൂമി ഉണ്ടാക്കിയിട്ടുള്ള കാലഘട്ടത്തെ 5th ജനറേഷൻ എന്നും പറയാറുണ്ട്. അപ്പൊ രണ്ടും അതായത് 5th ജനറേഷനെ ഇപ്പോഴും കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ യുഗം അതിന്റെ ഹിസ്റ്ററി എഴുതി ചേർത്തതിലേക്ക് ഒരു ഏജ് ആയിട്ട് ഇപ്പോഴും കൂട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ 4th ജനറേഷൻ എപ്പോഴും 71 to present എന്ന് പല പുസ്തകങ്ങളും പറയുന്നത്. നേരെ തിരിച്ചു പഠിച്ചാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം 4th ഉം 5th ജനറേഷന്റെ കാലഘട്ടം എത്രയാണെന്നുള്ളത് ഇതുവരെ NTA ചോദിച്ചു കണ്ടില്ല. മേ ബി അതിലൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത് കൊണ്ടാവാം 4th ഉം 5th ജനറേഷനെ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ലാത്തത്. ക്വസ്റ്റ്യൻസ് എങ്ങനെയാ, ലാസ്റ്റ് പേജ് ഒന്നുകൂടി കാണിക്കാം. ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ക്വസ്റ്റ്യൻസിൽ ഇതിലെ ഏജ് വൈസ് സാധനങ്ങൾ വളരെ അപൂർവമായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളൂ. റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിന്റെ പീരീഡ് ചോദിച്ചിട്ടില്ല. പക്ഷെ പഠിക്കുമ്പോൾ പഠിക്കണം, എന്തും ചോദിക്കാമെന്നുള്ളതാണ്. ഇതിന്റെ ടെക്നോളജി സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള സാധനമാണ്. ഓരോ ജനറേഷനിലും എന്ത് ടെക്നോളജി, ട്രാൻസിസ്റ്റർ ഏത് ജനറേഷൻ ആയിരുന്നു, IC ഏത് ജനറേഷൻ ആയിരുന്നു, വാക്വം ഏത് ജനറേഷൻ ആയിരുന്നു, മാച്ച് ദ ഫോളോയിങ് ചോദിക്കാറുണ്ട്. അതേപോലെ ഓപ്ഷൻസ് വന്നിട്ട് അതിൻ്റെ അകത്ത് പിക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ് ചോദിക്കാറുണ്ട്. ഈ 3 ടൈപ്പ് സാധനങ്ങളും സ്ക്രീൻ പോയോ? എനിക്ക് കാണുന്നുണ്ട്. സ്ക്രീൻ ഉണ്ട്. ഓക്കെ, ആ രീതിയിലാണ് ചോദ്യം ചോദിക്കാറുള്ളത്. സ്ക്രീൻ പോയില്ലേ? സ്ക്രീന് കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ട്, വിസിബിൾ ആണ്. മേ ബി കാണാത്ത ആളുകൾക്ക് എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഒരു കൺഫ്യൂഷന്, നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസിൽ ഒരു പ്ലോട്ടർ പറഞ്ഞില്ലേനു, അതിന്റെ ഉദാഹരണവും. പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ പ്രിന്റർ ആണ്, കൈൻഡ് ഓഫ് പ്രിന്റർ ആണ് പ്ലോട്ടർ. പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇപ്പൊ നമ്മൾ A4 ഷീറ്റ് സൈസിലല്ലാത്ത നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കൂലേ, എന്താണ് വീടിന്റെ പ്രിന്റ് ഒക്കെ ചെയ്യണ സമയത്ത് പണ്ടത്തെ മാതിരി അല്ലല്ലോ, വരയ്ക്കലും സ്കെയിൽ വെച്ച് വരയ്ക്കലൊന്നുമല്ല, കോർഡ്രോയിൽ ഡിസൈൻ ചെയ്തിട്ട് പ്രിന്റ് എടുക്കലാണ്. അത് A4 ഷീറ്റ് സൈസ് അല്ല, A5 സൈസ് അല്ല, അത് വലിയൊരു ഷീറ്റാണ്. അതിന്റെ അകത്ത് അത് ഹൈ ക്വാളിറ്റി സാധനം ആവണം. അത് സാധാരണ നോർമൽ പേപ്പറിന്റെ പ്രിന്റും അല്ല. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ വലിയ ഷീറ്റിന്റെ അകത്ത് ഗ്രാഫിക് പോലെ, ഇപ്പൊ വലിയ എന്താ പറയാ മിനുസുള്ള ടൈപ്പ് നോട്ടീസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, പേപ്പറിന്റെ ഉള്ളിലൊക്കെ ഇട്ട് വെച്ച് വരുന്ന, ന്യൂസ് പേപ്പറിന്റെ ഉള്ളിലൊക്കെ രാവിലെ പത്രക്കാരൻ പേപ്പർ, ഈ സാധനങ്ങളൊക്കെ പ്ലോട്ടർ വെച്ച് പ്രിന്റ് ചെയ്ത സാധനങ്ങളായിരിക്കും. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ്, കോറൽ ഡ്രോന്റെ പ്രിന്റുകൾ, അതേപോലെ ഈ പറഞ്ഞ അത്തരം ഗ്രാഫിക്കൽ ഡിസൈനിങ്ങിൽ ചെയ്തു വെച്ച സാധനങ്ങളുടെ A4 ഷീറ്റ് അല്ലാത്ത വലിയ പ്രിന്റുകൾ, ഇതൊക്കെ പ്ലോട്ടറിലാണ് ചെയ്യുന്നത്. ഫ്ലെക്സ് പോലെയുള്ള സാധനങ്ങൾ ഒക്കെ പ്ലോട്ടറിലാണ്. എല്ലാ ഫ്ലെക്സും അല്ല, ചില ഫ്ലെക്സുകൾ. വേറെ എന്തെങ്കിലും? ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്യാം, അതിനകത്ത് പ്ലോട്ടറിന്റെ പിക്ചർ കാണാം. നമ്മൾ ഈ എന്താ പറയാ പ്രസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം. അത്തരം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ടാഗ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ചോദിക്കുക. പേഴ്സണലി ചോദിക്കുന്ന സമയത്ത് ഞാൻ മെസ്സേജ് കാണുന്നുണ്ടാവും, തുറന്നു നോക്കുന്നുണ്ടാവും, പക്ഷെ ഞാനത് ശരിക്കും എന്താന്നുള്ളത് റീഡ് ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഞാൻ ക്ലാസ്സിലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പൊ പിന്നെ നിങ്ങൾ ആരാ മെസ്സേജ് അയച്ചെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, നമ്പറുകൾ സേവ് അല്ലാത്തതുകൊണ്ട്. ഗ്രൂപ്പിൽ നിങ്ങൾ എന്നെ ടാഗ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു സമയത്ത് ഇരുന്ന് അതെല്ലാം ക്ലാരിഫൈ ചെയ്യുന്ന സമയത്ത് എനിക്കത് റെക്ടിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും, മിസ്സായി പോവില്ല. ചിലപ്പോൾ അതേ ഡൗട്ടുള്ള ആളുകൾക്ക് അതൊരു ഉപകാരമായിട്ട് മാറും. ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ കഴിയുന്നതും ഗ്രൂപ്പിൽ എന്നെ ടാഗ് ചെയ്തിട്ട് ചോദിക്കുക. പിന്നെ അല്ലാതെ പേഴ്സണൽ സാധനങ്ങളോ സംഭവങ്ങളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പൊ ഓക്കെ, ആദ്യത്തെ ക്ലാസ് തന്നെ കണ്ട് പേടിക്കും സംഭവങ്ങളാവൊന്നും വേണ്ട, ടെൻഷൻ അടിക്കേണ്ടതും ഇല്ല. നമുക്ക് സമയമുണ്ട്, നമ്മൾ എന്ത് ചെയ്യും. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.